നമസ്കാരം ഗൈസ്, നമ്മളിനി അടുത്ത പാർട്ടിലേക്ക് കടക്കാണ് പി ജി ബി പിയുടെ. ഇവിടെ എന്താ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പി ജി ബി പി എന്നുള്ള ഐറ്റം കണ്ടുപിടിക്കുമ്പോൾ, അതായത് ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രൊഫഷനിൽ നിന്നുള്ള ഗെയിൻ കണ്ടുപിടിക്കുമ്പോൾ എക്സ്പെൻസ് ആയിട്ട് എടുക്കാൻ പാടില്ലാത്തത്. അത് ഈ സെക്ഷൻസിൽ, അത് സെക്ഷൻ 40 to 43 ഡിയിൽ പറയുന്ന ഒരു ഐറ്റം പോലും പി ജി ബി പിയിൽ നമ്മൾ ചെലവായി കാണിച്ച് ക്ലെയിം ചെയ്യാൻ പാടില്ല. ഇതൊന്നും കുറയ്ക്കാൻ പാടില്ല. കുറച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ആഡ് ബാക്ക് ചെയ്യണം പ്രോഫിറ്റിലേക്ക് എന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു സെറ്റ് ഐറ്റംസ് ഉണ്ട് ഇവിടെ. നമ്മളിപ്പോൾ തൊട്ടുമുമ്പ് പഠിച്ചു തീർത്ത് 30 to 37 30 to 37 കണ്ടത് എന്തൊക്കെ കുറയ്ക്കാം എന്നുള്ളതാണ്. ഇവിടെ കാണുന്നത് എന്തൊക്കെ കുറയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സെറ്റ് ഐറ്റംസ് ഉണ്ട്. ആ സെറ്റ് ഐറ്റംസിൽ ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻസിൻ്റെ ബേസിസിൽ ഞാൻ പറഞ്ഞു തരികയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്യുന്നത്. 40A2, 40A3, 40B, 43B ഇത്തരം കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബാക്കിയുള്ളതൊക്കെ വളരെ സിമ്പിളാണ്, ഒന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പം നിങ്ങളോട് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ 40A1, 1A3 ഉണ്ട്, പിന്നെ 2 ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ എവിടെ നോക്കുമ്പോൾ 40A1, 4, 5 അങ്ങനെയൊക്കെ ഉണ്ടാവണ്ടേ. അതൊക്കെ അവസാനം ഒരു മിസ്സലീനിയസ് എന്ന ഏരിയയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ കാണാൻ കണ്ടോ 40A5, 40A2B, 40A1B എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. അപ്പം പലതായിട്ട് നമ്മൾ ബേസ്ഡ് ഓൺ നമ്മുടെ അക്കാഡമിക് ഇമ്പോർട്ടൻസ്, നമ്മുടെ എക്സാമിനേഷൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത്, അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ഇതെല്ലാം അനലൈസ് ചെയ്യുന്നത്. വെറുതെ വലിച്ചുവാരി എല്ലാം ഇൻഡെപ്തായിട്ട് നോക്കേണ്ട ആവശ്യം നമുക്കില്ല. എല്ലാ സെക്ഷനും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മുടെ സിലബസിൽ വന്നിരിക്കുന്ന, നമ്മുടെ എക്സാമിന് വന്നിരിക്കുന്ന ഐറ്റംസ് ആണ് നമ്മൾ പോയിന്റ് ബൈ പോയിന്റ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങിയാലോ. നമുക്ക് ഓരോരോ ഐറ്റം ഏതൊക്കെയാണ് അതുവരെ നോക്കാം. ഇപ്പോൾ ആദ്യത്തെ 3 ഇസ് TDS ഫെയിലിയർ. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒന്നുമില്ല. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കമ്പനിയിൽ ഒരു പ്രൊഫഷണൽ സർവീസ് കൊടുത്തു. ഞാൻ എൻ്റെ കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സർവീസ് അല്ലെങ്കിൽ കൺസൾട്ടൻസി സർവീസ് കൊടുത്തു. നിയമപ്രകാരം അവർ എന്നെ റെമുനറേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് 2 ലക്ഷം രൂപ വരെയാണ്. ജസ്റ്റ് ഓപ്പൺ എ നോട്ട്. അവരെനിക്ക് പറഞ്ഞ 2 ലക്ഷം രൂപ തരുമ്പോൾ അവർ ചെയ്യേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ, പേയ്മെന്റ് ടു നിഷാന്ത്. ഓക്കെ, ഇത് കൊടുക്കുമ്പോൾ അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ 2 ലക്ഷമാണ് വരുന്നത്. അതിൽ TDS എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. അത് എനിക്ക് തരുമ്പോൾ അവർ പിടിക്കേണ്ട ഒരു ടാക്സ് ഉണ്ട്. എൻ്റെ പേരിൽ പിടിച്ച് അവർ ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. അത് 10% അവർ പിടിക്കേണ്ട ആവശ്യമുണ്ട്. അത് 20,000 രൂപ അവർ പിടിക്കണം. ബാക്കി എനിക്ക് തരേണ്ടത് 1.8 ലാക്കാണ്. ഇത്രയാണ് എനിക്ക് തരേണ്ടത്. അപ്പം എൻ്റെ പേരിൽ ഗവൺമെന്റിലേക്ക് 20,000 അടയ്ക്കുക, എനിക്ക് 1.8 ലാക്ക് തരിക. അതാണ് ചെയ്യേണ്ടത്. പക്ഷെ അവരെ ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ P&L ഇതിന് എക്സ്പെൻസിൻ്റെ സൈഡിൽ പേയ്മെന്റ് നിഷാന്ത് എന്ന് പറഞ്ഞിട്ട് 2 ലാക്ക് കാണിച്ചു. പക്ഷേ എൻ്റെ പേരിൽ ആ വർഷം TDS പിടിക്കാനോ അതോ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ളിൽ TDS ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. അപ്പോൾ TDS എന്ന് പറയുമ്പോൾ 2 സ്റ്റെപ്പാണ് TDSൽ വരുന്നത്. ഒന്ന്, TDS ഡിഡക്ട് ചെയ്യണം. അത് എൻ്റെ കയ്യിൽ നിന്ന് അത് പിടിക്കണം. അത് എനിക്ക് 1.80 തരാൻ പാടുള്ളൂ. 20 അവർ പിടിക്കണം. എന്നിട്ട് 20 ഗവൺമെന്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. എൻ്റെ പേരിൽ ഗവൺമെന്റിലേക്ക് കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. ഒന്നില്ലെങ്കിൽ ഈ ഡിഡക്ഷൻ അവർ ചെയ്യാൻ വിട്ടുപോയി, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വിട്ടുപോയി. ഡിഡക്ഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇയർ എൻഡിനുള്ളിൽ ചെയ്യണം, വർഷം തീരുന്നതിനുള്ളിൽ തന്നെ ചെയ്യണം. ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ളിൽ ചെയ്താൽ മതി. ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ളിൽ ചെയ്താൽ മതി. ഉദാഹരണത്തിന് നമ്മുടെ വർഷം എന്ന് പറയുന്നത് 1st April. ഓക്കെ, 1st April 2024, 31st March 2025. ഈ വർഷം തീരണമല്ലോ. ഈ പീരീഡിൽ തന്നെ പിടിക്കണം. ഡിഡക്ഷൻ ഈ പീരീഡിൽ തന്നെ പിടിക്കണം. റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് അടച്ചാൽ മതി. ഈ പീരീഡിൽ അടച്ചാൽ ഇപ്പോൾ ഇതാണ് റിട്ടേൺ ഫയലിംഗ് ഡേറ്റ് നോക്കിയാൽ അതിനുള്ളിൽ ഗവൺമെന്റിലേക്ക് കൊടുത്താൽ മതി. അപ്പം അങ്ങനെയാണ് റൂൾ പറയുന്നത്. ഇപ്പം ഇങ്ങോട്ടേക്ക് എന്താ കാണാൻ പറ്റും. TDS is to be deducted within the year and deposited within due date as per section 139(1). 139(1) എന്ന് പറയുന്നത് റിട്ടേൺ ഫയലിംഗ് ഡേറ്റിനുള്ളിൽ ഗവൺമെന്റിലേക്ക് അടയ്ക്കണം. അപ്പോൾ ഇതാണ് റൂള്. അപ്പോൾ ഗവൺമെന്റ് പറയുന്നത്, ഇൻകം ടാക്സ് പറയുന്നത് വർഷം കഴിയുന്നതിനുള്ളിൽ തന്നെ TDS പിടിക്കുക. പിടിച്ച് TDS റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ളിൽ അടയ്ക്കുക. അപ്പോൾ ഡിഡക്ട് TDS ഇൻ PY ആൻഡ് ഡെപ്പോസിറ്റ് TDS വിത്തിൻ റിട്ടേൺ ഫയലിംഗ്. അപ്പോൾ അതിന് സെക്ഷൻ 139(1) എന്നാണ് പറയുക. 139(1)ലാണ് റിട്ടേൺ ഫയലിങ്ങിന്റെ ഡ്യൂ ഡേറ്റ്സ് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എനിക്ക് പേയ്മെന്റ് തന്നപ്പോൾ ഒന്നില്ലെങ്കിൽ ഡിഡക്ട് വിത്തിൻ വർഷം ഡിഡക്ട് ചെയ്യാൻ വിട്ടുപോയി എൻ്റെ കമ്പനി അല്ലെങ്കിൽ എനിക്ക് പേയ്മെന്റ് തരുന്ന എൻ്റെ ക്ലയന്റ്, അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്തു പക്ഷേ ഡെപ്പോസിറ്റ് ചെയ്യാൻ വിട്ടുപോയി റിട്ടേണിൻ്റെ ഉള്ളിൽ. എന്ത് പറ്റുന്നറിയാമോ? ഇതിപ്പോൾ എനിക്ക് തന്നിരിക്കുന്നത് 2 ലക്ഷം രൂപയല്ലേ. അവരിപ്പോൾ അത് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്തേക്കുന്നത് 2 ലക്ഷം രൂപയാണ്. എക്സ്പെൻസ് ആയിട്ട് അവർ ക്ലെയിം ചെയ്തിരിക്കുന്നത് 2 ലക്ഷം രൂപയാണ്. ബിസിനസിന്റെ ഭാഗമായിട്ടെന്ന ചിലവാ, ഓഡിറ്ററിന് കൊടുത്ത പേയ്മെന്റാ അല്ലെങ്കിൽ കൺസൾട്ടന്റിന് കൊടുത്ത പേയ്മെന്റാ, ഒരു പ്രശ്നമില്ല, എടുക്കാവുന്നതായിരുന്നു. പക്ഷേ TDS പിടിക്കാത്തവർ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പേരിൽ ഒരു ഡിസ്അലവൻസ് വരും. തൽക്കാലം ഞാൻ DA എന്ന് പറയുന്നു. ഡിയർനെസ് അലവൻസ് അല്ല, ഡിസ്അലവൻസ് ആണ്ടത്. എത്ര വരാന്ന് അറിയാമോ? ഈ പേയ്മെന്റിന്റെ 30%. ഇപ്പൊ 2 ലക്ഷത്തിന് 30% എന്ന് പറഞ്ഞാൽ എത്രയായി? 60,000 രൂപ. 60,000 രൂപ ഡിസ്അലവൻസ് വരും. അതായത് P&L അവർ 60,000 രൂപ കുറയ്ക്കാൻ സമ്മതിക്കില്ല. അപ്പൊ 2 ലക്ഷം കുറച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ 60,000 സമ്മതിക്കില്ല. അപ്പോൾ പ്രോഫിറ്റിന്റെ കൂടെ ഈ 60,000
തിരിച്ച് ആഡ് ചെയ്യണം. കാരണം പ്രോഫിറ്റിൽ ഈ 60,000 രൂപ കുറയ്ക്കാൻ സമ്മതിക്കാത്തതാണ്, തിരിച്ച് ആഡ് ചെയ്യണം എന്നുള്ളതാണ് റൂള്. അപ്പോൾ എന്തെങ്കിലും ഒരു പേയ്മെന്റ് ഒരു റെസിഡന്റ് അസസിക്ക് കൊടുക്കുമ്പോൾ TDS പിടിച്ചില്ലെങ്കിൽ 30% ഡിസലവഡ് ആവും. അത് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ TDS വരേണ്ട പേയ്മെന്റ് ആയിരിക്കും കേട്ടോ. കണ്ട പേയ്മെന്റ് ഒന്നും TDS വരില്ല. TDS വരുന്ന പേയ്മെന്റ് ആണോ നോക്കിയിട്ടാണ് TDS പിടിക്കുന്നത്. അത് നമ്മൾ TDS എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കും. പക്ഷേ അത് ഒരുപാട് അങ്ങോട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, കണ്ടുപിടിക്കാൻ എളുപ്പമാണ് TDS വരുന്നതാണോ അല്ലയോ എന്നുള്ളതൊക്കെ. ക്വസ്റ്റ്യൻ പറയുകയും ചെയ്യും മോസ്റ്റ് ഓഫ് ദ ടൈംസ്. ഓക്കെ, ഇപ്പോൾ ഒരു പേയ്മെന്റ് കൊടുക്കുന്നു, ഒരു റെസിഡന്റ് അസസിക്കാണ്. TDSൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ TDS മിസ്റ്റേക്ക് എന്ന് പറയാം. TDS മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ 30% ഡിസ്അലൗഡ് ആകും. അത് ആഡ് ബാക്ക് ചെയ്യണം. ഇനി ഇതേപോലെ തന്നെ ഒരു പേയ്മെന്റ് റെസിഡന്റിനല്ല നോൺ റെസിഡന്റിനോ അല്ലെങ്കിൽ ഫോറിൻ കമ്പനിക്കോ കൊടുത്തു, അവിടെയും TDSൽ മിസ്റ്റേക്ക് വന്നു. എന്തുപറ്റെന്ന് അറിയാമോ? 30% അല്ല, ആ എൻറ്റയർ പേയ്മെന്റ് ഡിസലൗഡ് ആവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സേ ദിസ് ഇസ് നിഷാന്ത് രഘുനാഥ്, ഒരു ഫാക്കൽറ്റി ഫോർ CMA ഇന്ത്യ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിപ്പിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്തു? നിഷാന്ത് രഘുനാഥിന് 2 lakh rupees പേയ്മെന്റ് കൊടുത്തു. TDS പിടിച്ചില്ല, തെറ്റിച്ചു. കുഴപ്പമില്ല, നിഷാന്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ടാക്സ് അടയ്ക്കുമല്ലോ, അല്ലേ? അപ്പൊ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് വലിയ നഷ്ടമില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് പിടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നിഷാന്ത് ടാക്സ് അടച്ചോളാം 2 ലക്ഷത്തിന്, അല്ലേ? പക്ഷെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൈഡിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നത് കാരണം, പിടിക്കേണ്ട സാധനം പിടിക്കാണ്ടിരുന്ന കാരണം ഒരു 30% ഡിസലവ് ചെയ്തു. ഇനി സേ ഡൊണാൾഡ് ട്രംപ് ഫാക്കൽറ്റി എവിടെ? CMA USA ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൊണാൾഡ് ട്രംപിന് 2 ലക്ഷം കൊടുത്തു, TDS പിടിച്ചില്ല. ഡൊണാൾഡ് ട്രംപ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ നാട്ടിലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ടാക്സ് കൊടുക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഡൊണാൾഡ് ട്രംപ് എന്തായാലും കൊടുക്കില്ല. ഡൊണാൾഡ് ട്രംപ് കാശ് മേടിച്ച് തിരിച്ചുപോയി. ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ USA കാരൻ, യഥാർത്ഥ അമേരിക്കൻ പ്രസിഡന്റ് ഒന്നല്ല, ചുമ്മാ പറഞ്ഞതുള്ള പേരിട്ടെന്നുള്ള ഞാൻ. ഒരു USA കാരൻ ഇവിടെ നിന്ന് പഠിപ്പിച്ചു, അയാൾ തിരിച്ച് കാശ് എടുത്തിട്ട് USA പോയി. അയാൾ ഇവിടെ ടാക്സ് അടയ്ക്കുന്നത് എനിക്ക് എന്തായാലും തോന്നുന്നില്ല. അത് എന്തായാലും അടയ്ക്കാൻ പോകണമെന്നില്ല. അയാൾക്ക് കാശ് കിട്ടി. ചിലപ്പോൾ അയാളുടെ അമേരിക്കൻ ബാങ്കിലേക്കാണ് കാശ് ഇട്ട് കൊടുത്തേക്കണമെങ്കിലോ, അയാളുടെ അമേരിക്കൻ ബാങ്കിലേക്ക് ക്യാഷ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ടാക്സ് അടയ്ക്കുന്ന തോന്നുന്നല്ലോ. അപ്പം എന്തായാലും നമ്മുടെ ഇൻകം ടാക്സിന് ഈ 2 ലക്ഷത്തിന് ടാക്സ് ഇനി കിട്ടാൻ പോണില്ല, അല്ലേ? അതായത് ഡൊണാൾഡ് ട്രംപിന് ഇങ്ങനൊരു ഇൻകം കിട്ടിയതിന്റെ ഗുണം ഇൻകം ടാക്സിന് ഇല്ല. കാരണം ഇൻകം ടാക്സിന് ഡൊണാൾഡ് ട്രംപിന് ഇൻകം ഇന്ത്യയിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇൻകം ടാക്സ് എപ്പോഴാണ് ഗുണം ഉണ്ടാവുക? ഡൊണാൾഡ് ട്രംപ് ആ വരുമാനത്തിന് ഇന്ത്യ ടാക്സ് അടയ്ക്കണം. അതെന്തായാലും ഇനി അടയ്ക്കണില്ലല്ലോ, അത് പോയില്ലേ, എന്തായാലും അത് പോയി. അതിന് എന്തായാലും ഡൊണാൾഡ് ട്രംപ് ടാക്സ് അടയ്ക്കാൻ പോലില്ല. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് അറിയാമോ? അപ്പം ഇതിന് ടാക്സ് ഇല്ല. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ ഇൻകില്ല. ഡൊണാൾഡ് ട്രംപിന് ഇങ്ങനെ ഇൻകം ഇല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇങ്ങനൊരു എക്സ്പെൻസും ഇല്ല. അതായത് ഈ എക്സ്പെൻസ് നടന്നിട്ടേ ഇല്ലാന്ന്. കാരണം എക്സ്പെൻസ് നടന്നിട്ടുണ്ടെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് ഇൻകം ആവേണ്ടതായിരുന്നു. ഇൻകം ആയിരുന്നെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ടാക്സ് അടയ്ക്കേണ്ടായിരുന്നു. ടാക്സ് അടച്ചില്ല, അപ്പോൾ ഇൻകം ഇല്ല, അപ്പോൾ എക്സ്പെൻസ് ഇല്ല. എക്സ്പെൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ എൻറ്റയർ എക്സ്പെൻസ്, ആ ഫുൾ എക്സ്പെൻസ് 2 ലക്ഷം മുഴുവൻ ഡിസലൗഡ് ആവും. ഇവിടെ 2 ലക്ഷം ആവില്ലായിരുന്നു, 60,000 ആവുള്ളായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എപ്പോഴും ഓർക്കാൻ നോൺ റെസിഡന്റിനാണ് കൊടുക്കുന്നതെങ്കിൽ, ഒരു നോൺ റെസിഡന്റിനാണ് പേബിൾ ഔട്ട്സൈഡ് ഇന്ത്യ അല്ലെങ്കിൽ നോൺ റെസിഡന്റാണ് കൊടുക്കണമെങ്കിൽ ഫുൾ പേയ്മെന്റ് ഡിസലൗഡ് ആവും. അതേസമയം ഒരു റെസിഡന്റിനാണ് കൊടുക്കണമെങ്കിൽ 30% ഡിസലൗഡ് ആവുള്ളൂ. നോൺ റെസിഡന്റിന് ഒരു സെക്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്, അതും ഫുള്ള് തന്നെയാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇനി ഇവിടെയും പറയുന്നത് ഡ്യൂ ഡേറ്റ് ഓഫ് പേയിങ് TDS ഇസ് ദ 7th of next month എന്ന്. അത് പ്രത്യേകിച്ച് വലിയ കാര്യം ഞാൻ അറിയിച്ചു എന്നുള്ളൂ. ഡ്യൂ ഡേറ്റ് TDS എപ്പോഴാണ് ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടത് എന്നുള്ള TDSന്റെ ഡേറ്റ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു സാറേ 139 മുതൽ അടച്ചാൽ പോരെ? മതി. ഇൻകം ടാക്സിനെ സംബന്ധിച്ച് ഡിസലവൻസ് വരാണ്ടിരിക്കാൻ 139 മുതൽ അടച്ചാൽ മതി. പക്ഷേ TDSന്റെ കറക്റ്റ് ഫയലിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജനുവരിയിലെ TDS ഫെബ്രുവരി 7ാം തീയതി, ഫെബ്രുവരിയിലെ TDS മാർച്ച് 7ാം തീയതിക്കുള്ളിൽ അടയ്ക്കണം. പക്ഷേ മാർച്ചിലെ ഏപ്രിലേക്ക് പോകാൻ പറ്റില്ല, മാർച്ച് 31ാം തീയതിക്കുള്ളിൽ തന്നെ അടയ്ക്കണം. കാരണം വർഷാവസാനമുള്ള. ഓക്കെ, അപ്പം അത്രയുള്ള സംഗതി ശ്രദ്ധിച്ചേക്കുക. എന്തെങ്കിലും പേയ്മെന്റ് ഉണ്ടെങ്കിൽ എഴുതി കാണിക്കുകയാണ്, ഞാൻ ഒന്നുകൂടി ഇത് കാണിക്കുകയാണ്. എന്തെങ്കിലും പേയ്മെന്റ് ഉണ്ടെങ്കിൽ ആ പേയ്മെന്റ് ആർക്കാണ് നോക്കുക? റെസിഡന്റിനാണെങ്കിൽ TDS മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ ആ പേയ്മെന്റിന്റെ 30% ഡിസലൗഡ് ആവും. എന്നാൽ ഇനി നോൺ റെസിഡന്റിനാണെങ്കിൽ TDS മര്യാദയ്ക്ക് പിടിച്ചില്ലെങ്കിൽ, TDSൽ മിസ്റ്റേക്ക് വന്നാൽ ആ പേയ്മെന്റ് മൊത്തം തന്നെ ഡിസലൗഡ് ആവും. ഇപ്പൊ P&L ഇത് കുറച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണോ കുറച്ചിരിക്കണേ അതിന്റെ 30% അല്ലെങ്കിൽ അത് മുഴുവൻ അങ്ങനെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, അത്രേ ഉള്ളൂ ഈ കേസ്. അപ്പൊ അതാണ് ഫസ്റ്റ് ഐറ്റം, സെക്ഷൻ 40A1 1A3. ഇനി നെക്സ്റ്റിലേക്ക് നമ്മൾ പോവാം, 40A2. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്. ഇൻകം ടാക്സ് പേയ്മെന്റ്
ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ P&L കാണിച്ചിരിക്കുന്ന ഇൻകം ടാക്സ് പെയ്ഡ്, പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്, ഈ വക കാര്യങ്ങളില്ലേ, ഇൻകം ടാക്സിന്റെ ഒരു പേയ്മെന്റും, ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ഡിലേഡ് ഫയലിംഗ് ആയിക്കോട്ടെ, TDS റിട്ടേൺ ആയിക്കോട്ടെ, TDSന്റെ ഡിലേ ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും രാജ്യത്തെ ടാക്സ് റെസ് ആയിക്കോട്ടെ, ഒരു കാരണവശാലും ഇൻകം ടാക്സിന്റെ പേയ്മെന്റ് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഒരു സാധനം ഉണ്ട് കേട്ടോ ഇൻകം ടാക്സിന് നമുക്ക് എടുക്കാവുന്ന ഒരേ ഒരു സാധനം, TDS TCS സ്റ്റേറ്റ്മെന്റ് 234E. അത് ഫീ ഫോർ ഡിലേഡ് ഫയലിംഗ് ഓഫ് TDS ഓർ TCS സ്റ്റേറ്റ്മെന്റ്. TDSന്റെ TCS സ്റ്റേറ്റ്മെന്റ് അണ്ടർ സെക്ഷൻ 234E. അത് മാത്രമേ ഉള്ളൂ ഇൻകം ടാക്സിൽ നമുക്ക് എടുക്കാവുന്ന കാര്യം. വേറെ ഒരു സാധനം ഇൻകം ടാക്സിന്റെ പേയ്മെന്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതല്ല. ഇൻകം ടാക്സിന്റെ പേയ്മെന്റ് ഒന്നും തന്നെ കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ P&L ഇൻകം ടാക്സ് പെയ്ഡ്, പെനാൽറ്റി പെയ്ഡ് ഫോർ ഇൻകം ടാക്സ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, സെസ് പെയ്ഡ്, സർചാർജ് പെയ്ഡ്, ഇത് പലതും കിടക്കണ്ടാവും. അതൊന്നും കുറയ്ക്കാൻ സമ്മതിക്കില്ല. പേയ്മെന്റ് ഓഫ് ഇൻകം ടാക്സ്, ഇപ്പൊ വെൽത്ത് ടാക്സ് എന്ന സാധനം ഇല്ല, ആർ നോട്ട് ഡിഡക്റ്റബിൾ, കുറയ്ക്കാൻ അനുവദിക്കില്ല. നമ്മുടെ നാട്ടിലായിക്കോട്ടെ, വേറെ ഏത് നാട്ടിലായിക്കോട്ടെ. ഓക്കെ, അതാണ് സെക്കൻഡ് ഐറ്റം. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്11 സെക്ഷനാണ്. അതാണ് റിലേറ്റഡ് പാർട്ടി പേയ്മെന്റ്സ്. ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ്, ഒരു പ്രൊഫഷൻ അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു പാർട്ടിക്ക് ഒരു പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ, ആ കൊടുക്കുന്നത് പൊതുവേ മാർക്കറ്റിൽ കൊടുക്കുന്നതിനെക്കാട്ടും കൂടുതലായിട്ടാണെങ്കിൽ ആ കൂടുതൽ കൊടുത്തത് ഡിസലവ് ചെയ്യും. ഇപ്പൊ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞുതരാം. എൻ്റെ കമ്പനി, ഓക്കെ, XYZ കമ്പനി. ഓക്കെ, ഇവിടെ ഞാൻ ഡയറക്ടറാണ്, നിഷാന്ത് രഘുനാഥ് ഡയറക്ടറാണ്. ഓക്കെ, ഈ കമ്പനിയുടെ ഓഡിറ്റോ അല്ലെങ്കിൽ എന്തിനും കൺസൾട്ടൻസിക്ക് ഒരാളെ വിളിച്ചു. ഓക്കെ, ആദ്യം വന്നത് എൻ്റെ ബ്രദർ അർജുൻ, രണ്ടാമത് മിസ്റ്റർ ജോൺ. എൻ്റെ ബ്രദർ അതല്ല, അർജുൻ എൻ്റെ ബ്രദറാണ്. ഓക്കെ, അർജുന് പേയ്മെന്റ് കൊടുത്തത് 50,000 രൂപ, ജോണിന് കൊടുത്തത് 32,000 രൂപ. ഇൻകം ടാക്സിലെ ഓഫീസർ ഒന്നോ നോക്കി, P&L 2 പേയ്മെന്റും കിടക്കുന്നുണ്ട്, ഈ 50,000 കിടക്കുന്നുണ്ട്, 32,000 കിടക്കുന്നുണ്ട്. ചോദിക്കുക, അതെന്താ നിഷാന്ത്, നിങ്ങളുടെ കമ്പനിയിലെ ഓഡിറ്റിന്റെ പേയ്മെന്റ് അർജുന് 50,000 കൊടുക്കുകയും ജോണിന് 32,000 കൊടുക്കുകയും ചെയ്തേ? അതിലെന്തൊരു വശവശക്കുണ്ടല്ലോ. തന്റെ സഹോദരനായതല്ലേ താൻ കൂടുതൽ കൊടുത്തത്? കാരണം മാർക്കറ്റിലെ റേറ്റ് വെച്ച് നോക്കണമെങ്കിൽ ജോണിന് കൊടുത്താൽ അർജുന് കൊടുത്താൽ പോരായിരുന്നോ? ബന്ധു അല്ലാത്ത ഒരാൾ കൊടുത്ത് 32 ആണെങ്കിൽ അർജുന തന്നെ കൊടുത്താൽ പോരായിരുന്നോ? അപ്പൊ എനിക്കൊരു ഉത്തരം പറയാനില്ല, ഞാൻ അവിടെ നിന്ന് ബബ്ബ പഠിക്കുക. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് അറിയാമോ? ഒരു കാര്യം ചെയ്യും, അർജുൻ ഓഡിറ്റ് ചെയ്തതല്ലേ, ഓഡിറ്റ് ചെയ്ത സ്ഥിതിക്ക് അർജുന്റെ പേരിലൊരു 32,000 രൂപ കുറച്ചോളൂ. ബാക്കി 50 നിന്ന് 32 കുറച്ച് കഴിഞ്ഞാൽ ഒരു 18,000 ഇല്ലേ, അത് ഞങ്ങൾ കുറയ്ക്കാൻ സമ്മതിക്കില്ല. കാരണം അത് നിങ്ങളുടെ ബന്ധു ആയത് കാരണം നിങ്ങൾ കൂടുതൽ കൊടുത്ത് എക്സ്പെൻസ് കൂട്ടിക്കാണിച്ചാണ്, ഞങ്ങളത് സമ്മതിക്കില്ല. മനസ്സിലായോ? ഒരു വിധത്തിൽ സമ്മതിക്കില്ല. അപ്പോഴാണ് വേറൊരു കുരിശ് വന്നത്. ജോൺ അല്ലാതെ വേറൊരു മിസ്റ്റർ ഷെഹസാദും ഓഡിറ്ററാണ്. ഷെഹസാദിനെ ഓഡിറ്റ് വിളിച്ചു. ഷെഹസാദിന് കൊടുത്തു 50,000 രൂപ. ഇൻകം ടാക്സ് ഓഫീസർ ഷെഹസാദിന്റെ പേയ്മെന്റ് പിടിച്ചു. എന്തിനാ ഷെഹസാദിന് 50,000 കൊടുത്തേ? അത് ശരിയല്ലല്ലോ, അതിലെന്തോ പ്രശ്നമുണ്ടല്ലോ. സാറെ നോക്കിക്കോളൂ, പ്രശ്നമൊന്നുമില്ല, കറക്റ്റ് കൊടുത്തു. അപ്പോൾ ഇൻകം ടാക്സ് നോക്കിയപ്പോഴാണ് ഷെഹസാദും ഞാനും തമ്മിലോ അല്ലെങ്കിൽ ഷെഹസാദും എൻ്റെ കമ്പനി തമ്മിൽ ഒരു ബന്ധമില്ല, റിലേറ്റഡ് പാർട്ടി അല്ല. അപ്പൊ ഇൻകം ടാക്സിനോടൊന്നും പറയാൻ പറ്റാതെ. അർജുന്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത്? അതെന്റെ സഹോദരനായത് കാരണം ഞാൻ കൂടുതൽ കൊടുത്ത് എന്റെ എക്സ്പെൻസ് ചെലവ് കൂട്ടി കാണിച്ചാണെന്ന്. ഷെഹസാദ് എൻ്റെ ഒരു ബന്ധുവല്ലാത്ത ആൾക്ക് ഞാൻ വെറുതെ ചെലവ് കൂട്ടി കാണിക്കാനായിട്ട് എന്റെ കൂടുതൽ പേയ്മെന്റ് എടുത്ത് വെറുതെ കൊടുക്കുക ഞാൻ? ഇല്ലല്ലോ. അപ്പൊ അതിനൊന്നും പറയില്ല. അപ്പൊ ഇൻകം ടാക്സ് പറഞ്ഞത് വളരെ സിമ്പിളാ. ഇവിടെ ഒരു പേയ്മെന്റ് കൊടുക്കണം. എന്താ കൊടുക്കണ്ടേ? ഓഡിറ്റ് ഫീസ്. അതിന് എത്രയാ മാർക്കറ്റിലെ വാല്യൂ എന്ന് പറയുന്നത് 32,000 രൂപയാണ് ജോണിന് കൊടുത്തത്. ഓക്കെ, അർജുന് കൊടുത്തു 50 അല്ലേ, ഷെഹസാദിനും കൊടുത്തു 50. അർജുൻ പക്ഷേ നമ്മുടെ റിലേറ്റഡ് പാർട്ടിയായി, ബ്രദറായി. റിലേറ്റഡ് പാർട്ടി ആയി കഴിഞ്ഞാൽ എക്സ്ട്രാ കൊടുത്തത് എത്രയാ? 32 നിന്ന് എക്സ്ട്രാ എത്രയാ കൊടുത്തത്? 18,000. ഈ 18,000 ഡിസ്അലൗഡ് ആകും. പക്ഷെ ഷെഹസാദ് റിലേറ്റഡ് പാർട്ടി ആണോ? അല്ല. അപ്പൊ എക്സ്ട്രാ കൊടുത്ത 18 എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഡിസലൗഡ് ആവോ? ഇല്ല. ബന്ധു അല്ലാത്ത ആൾക്ക് എത്ര എക്സ്ട്രാ കൊടുത്തോ ഒരു കുഴപ്പമില്ല. ബന്ധുവായിട്ടുള്ള ഒരാൾക്ക് ഈ എക്സ്ട്രാ കൊടുത്താൽ ഞങ്ങൾ അത് അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം, എനി പേയ്മെന്റ് ടു എ ബന്ധു റിലേറ്റഡ് പാർട്ടി ഇൻ എക്സ്ട്രാ ഓഫ് മാർക്കറ്റ് സ്റ്റാൻഡേർഡ്സ്, ഇൻ എക്സസ് ഓഫ് മാർക്കറ്റ് സ്റ്റാൻഡേർഡ്സ്, മാർക്കറ്റിന് കൊടുക്കേണ്ടതിനും കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ
ആ എക്സ്ട്രാ കൊടുത്തത് ഡിസലവ് ചെയ്യും. അപ്പൊ പി ആൻഡ് എല്ലിൽ വന്നിട്ട് 50, 50, 32, 1,32,000 പി ആൻഡ് എല്ലിൽ കുറച്ച് കാണിച്ചിട്ടുണ്ട്. 1,32,000 എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് അല്ലെ. അർജുന് കൊടുത്തത്, ജോണിന് കൊടുത്തത്, ഷെഹസാദിന് കൊടുത്തത് 1,32,000 കുറച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പൊ എക്സ്പെൻസ് 1,32 ക്ലെയിം ചെയ്തു. ആ 1,32 ക്ലെയിം ചെയ്തതിൽ ഒരു 18 തിരിച്ച് ആഡ് ചെയ്യണം. പ്രോഫിറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. എക്സ്പെൻസിലത്തെ കാണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ആരാണ് ഈ റിലേറ്റഡ് പാർട്ടി? ആരാണ് നമ്മുടെ ബന്ധുക്കള്? ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് അവരുടെ ബന്ധുക്കളല്ല, അവരുടെ റിലേറ്റീവ്സ് എല്ലാം ബന്ധുക്കളാണ്. അവരുടെ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്പൗസ്, സിബ്ലിംഗ്, അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് പേരൻസ്, മക്കളും ഗ്രാൻഡ് ചിൽഡ്രൻ. അപ്പം ഭാര്യ, ഭർത്താവ്, അവരുടെ സഹോദരന്മാർ. ഇപ്പൊ സ്പൗസ് എന്റെ സിബ്ലിങ്സ്, അപ്പൊ എന്റെ വൈഫ്, എന്റെ ബ്രദർ, സിസ്റ്റർ ഒക്കെ എന്റെ റിലേറ്റീവ്സ് ആണ്. കൂടാതെ എന്റെ മുകളിലേക്കുള്ളവർ, എന്റെ ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അവരൊക്കെ എന്റെ റിലേറ്റീവ്സ് ആണ്. എന്റെ ചിൽഡ്രൻ ആൻഡ് ഗ്രാൻഡ് ചിൽഡ്രൻ എന്റെ റിലേറ്റീവ് ആണ്. അപ്പൊ ഇതാണ് എന്റെ റിലേറ്റീവ്സ് എന്ന് പറയുന്നത്. ഒരു എച്ച് എഫിനെ സംബന്ധിച്ച് റിലേറ്റഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ എച്ച് എഫിന്റെ എല്ലാ മെമ്പറും ആ മെമ്പർമാരുടെ റിലേറ്റീവ്സും. ഒരു ഫേമിനെ സംബന്ധിച്ച് അവരുടെ റിലേറ്റീവ്സ് ആരാ? അവരുടെ എല്ലാ പാർട്ട്നേഴ്സും പാർട്ട്നേഴ്സിന്റെ ബന്ധുക്കളും. ഒരു കമ്പനിയെ സംബന്ധിച്ച് എല്ലാ ഡയറക്ടറുടെ ബന്ധുക്കളും. അങ്ങനെയുള്ള XYZ കമ്പനിയുടെ കേസ് വന്നത്. ഞാൻ ഡയറക്ടറാണ്, എന്റെ ബ്രദർ കമ്പനിയുടെ റിലേറ്റീവായി. ഇപ്പൊ കമ്പനിയെ സംബന്ധിച്ച് ഞാൻ റിലേറ്റഡ് പാർട്ടിയാണ്, എന്റെ ബ്രദർ റിലേറ്റഡ് പാർട്ടിയാണ്. ഒരു AOP BOയെ സംബന്ധിച്ച് എല്ലാ മെമ്പേഴ്സും ആ റിലേറ്റഡ് പാർട്ടീസും. പിന്നെ കൂടാതെ ഇത് മാത്രമല്ല, സേ ഫോർ എക്സാമ്പിൾ ഒരു എച്ച് എഫിന്റെ മെമ്പർ, എച്ച് എഫ് ഉണ്ടാവും, നമുക്ക് ഒരു ഫേം എടുക്കാം. ഫേമിന്റെ പാർട്ട്ണറാണ് മിസ്റ്റർ അരുൺ. അരുണ് വേറൊരു കമ്പനി XYZ കമ്പനി എന്ന് പറയുന്ന കമ്പനിയിൽ 25% ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. അതായത് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ഫേമിന്റെ പാർട്ട്ണറാണ് അരുൺ. അരുണ് വേറൊരു കമ്പനി 25% പവർ ഉണ്ട്. അപ്പൊ എന്താ പറ്റാന്നറിയാമോ? ഫേമും XYZ ഇത് രണ്ടും റിലേറ്റഡ് പാർട്ടി ആവും. ഒന്നുമില്ല, ഫേമിന്റെ ഒരു റിലേറ്റഡ് പാർട്ടിക്ക് വേറെ ഒരു എൻറ്റിറ്റി ആയിട്ട് 25% ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ, 25 അല്ല 20 മുകളിൽ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്നാ പറയാം. സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. അപ്പൊ ഞാനും എന്റെ ബ്രദറും റിലേറ്റഡ് ആണല്ലോ. ഞാനും എന്റെ ബ്രദറും റിലേറ്റഡ് ആണ്. ഓക്കെ, എന്റെ ബ്രദറിന് ഒരു ABC കമ്പനിയിൽ 40% ഹോൾഡിംഗ് ഉണ്ട്. അപ്പൊ ഞാനും ഈ കമ്പനിയും റിലേറ്റഡ് ആയി. മനസ്സിലായോ? അതായത് എന്റെ റിലേറ്റഡ് പാർട്ടിക്ക് വേറെ ഏതെങ്കിലും സ്ഥാപനമായിട്ട് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 20% കൂടുതൽ വോട്ടിംഗ് പവർ ഉണ്ടെങ്കിൽ ആ പാർട്ടിയും ഈ പറയുന്ന ആള് തമ്മിൽ റിലേറ്റീവ് തന്നെയാവും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ അതാണ് സംഗതി. ഇപ്പൊ റിലേറ്റഡ് പാർട്ടി ആരാന്ന് മനസ്സിലായല്ലോ. ഇനി ഒരുപാട് കൺഫ്യൂഷൻ വന്നേക്കാം. അത് വായിക്കുമ്പോൾ യോ സാറേ ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല റിലേറ്റഡ് പാർട്ടിയുടെ ഒരു ഡൗട്ട് വന്നേക്കാം. പക്ഷെ പേടിക്കണം, നമ്മുടെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ വർക്കൗട്ട് ക്ലിയർ കട്ടായിട്ട് നമ്മൾ ഓരോരോ കേസ് റിലേറ്റഡ് പാർട്ടിയുടെ ഓരോന്നത് കാണുന്നുണ്ട്. അപ്പൊ അത് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അതിനെ കുറിച്ച് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഓക്കെ, ഇപ്പൊ മനസ്സിലായിട്ടില്ലെങ്കിൽ തന്നെ ജസ്റ്റ് ഈ ഒരു ചാർട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചാർട്ട് ഒന്ന് മറിച്ച് നോക്കിയാൽ മതി, ഈസി ആയിട്ട് കിട്ടും. അതിനപ്പുറം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ പറയണേ, ഞാൻ ഒരു റിലേറ്റഡ് പാർട്ടിക്ക് നമ്മളൊരു പേയ്മെന്റ് കൊടുക്കണം. ഓക്കെ, ആ പേയ്മെന്റ് എവിടെ എഴുതി കാണിക്കാം. ഒരു പേയ്മെന്റ് കൊടുക്കണം. ആ പേയ്മെന്റ് റിലേറ്റഡ് പാർട്ടിക്കാണെങ്കിൽ മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടും എക്സ്ട്രാ കൊടുത്താൽ ആ കൊടുത്ത എക്സ്ട്രാ പ്രോബ്ലം ആവും. അത് ഡിസലൗഡ് ആകും. യെസ്, ഇതാണ് സംഗതി. സിമ്പിൾ അല്ലേ? പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. യെസ്, അങ്ങനെ 40A2 കഴിഞ്ഞു. 40A3 നമ്മൾ കിടക്കണം. 40A3 അത് നമുക്ക് നോക്കാം എന്താണുള്ളത്. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സെക്ഷനാണ്. ഇതെന്താ സംഗതി എന്ന് പറയുമ്പോൾ, ഗവൺമെന്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇത് കൊണ്ടുവന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ആയിട്ട് ക്യാഷ് ട്രാൻസാക്ഷൻസ് നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാം. അത് കാശ് ഇടപാട് നമുക്ക് നിർത്താം, ബാങ്കിലൂടെ തന്നെ ഇടപാടുകൾ നടത്താം, ബാങ്ക് ടു ബാങ്ക് ഇടപാടുകൾ നടത്താം, UPI, NEFT, IMPS, ഗൂഗിൾ പേ, നെറ്റ് ബാങ്കിങ് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ചെക്ക് എഴുതി കൊടുക്കുക, ബാങ്കിങ് ചെക്ക് എഴുതി കൊടുക്കുക, ബാങ്കിങ് ഡ്രാഫ്റ്റ് എഴുതി കൊടുക്കുക. പണം ഇടപാടുകൾ നമുക്ക് വേണ്ട, എല്ലാം നമുക്ക് ബാങ്കുകളിലേക്ക് കൊണ്ടുവരാം. ബാങ്ക് ഇടപാടുകളാക്കാം. ഒരാൾക്ക് ക്യാഷ് കൊടുക്കണമെങ്കിൽ ചെക്ക് എഴുതി കൊടുക്കും, ബാങ്കിങ് ചെക്ക് എഴുതി കൊടുക്കും, ബാങ്കിങ് ഡ്രാഫ്റ്റ് എഴുതി കൊടുക്കും. ബാങ്കിങ് ചെക്ക് ഡ്രാഫ്റ്റ് ഉദ്ദേശിക്കുന്നത് ഞാൻ അക്കൗണ്ട് പേ ചെക്ക്, അക്കൗണ്ട് പേ ഡ്രാഫ്റ്റ് എന്നാട്ടോ. അത് നമ്മളൊരു ചെക്കാണെങ്കിൽ, ഇപ്പം ഉദാഹരണത്തിന് ചെക്കാണെങ്കിൽ ചെക്കിന്റെ മൂലയിൽ നമ്മൾ 2 വര ഇട്ടിട്ട് അക്കൗണ്ട് പേ എന്ന് എഴുതില്ലേ, അതാണ് അക്കൗണ്ട് പേ ചെക്ക്, അക്കൗണ്ട് പേ ഡ്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞോ. ഇപ്പൊ എന്ത് ഇൻകം ടാക്സിലൂടെ പറഞ്ഞതറിയാമോ? ഒരു ദിവസം പേയ്മെന്റ് ഓർ അഗ്രിഗേറ്റ് പേയ്മെന്റ്സ്, ഒരാൾക്ക് കൊടുക്കുന്ന ഒരു പേയ്മെന്റോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേയ്മെന്റോ ഒരാൾക്കട്ടോ, ഒരു ദിവസം ഒരാൾക്ക് കൊടുക്കുന്ന മൊത്തം പേയ്മെന്റ് 10,000 രൂപയുടെ മുകളിൽ പോയാൽ അത് ക്യാഷ് ആയി കൊടുക്കരുത്, ബാങ്കായി തന്നെ കൊടുക്കണം. സേ ഫോർ എക്സാമ്പിൾ, ദിസ് ഇസ് മീ, ഓക്കെ, ഞാൻ ഒരാൾക്ക് ഒരു 12,000 രൂപ ക്യാഷ് ആയിട്ട് കൊടുത്തു ഒരു ദിവസം, ഒരു ബില്ല് എഴുതിയിട്ട്. അങ്ങനെ ക്യാഷ് ആയി കൊടുത്താൽ എന്തുകൊണ്ടെന്ന് അറിയാമോ? ഈ മുഴുവൻ 12,000 രൂപയില്ലേ,
P&L നിന്ന് എടുത്ത് കളയാൻ പറയും. എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല, ഡിഡക്ഷൻ എടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ സാലറി കൊടുത്തു എൻ്റെ സ്റ്റാഫിന് 25,000 രൂപ ക്യാഷ് ആയിട്ട് കൊടുത്തു. പറ്റില്ല, സാലറി ക്യാഷ് ആയിട്ട് കൊടുത്തില്ല 25,000 രൂപ. അങ്ങനെ ഒരു സാധനം P&L കാണിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പക്ഷെ അതേസമയം 25,000 രൂപ ഞാൻ ബാങ്കിൽ കൂടെ കൊടുത്തു, ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു, IMPS ചെയ്ത് കൊടുത്തു, GPay ചെയ്ത് കൊടുത്തു, UPA ചെയ്ത് കൊടുത്തു, കുഴപ്പമില്ല, എടുത്തോ. 10,000 രൂപയുടെ മുകളിൽ ഒരു പേയ്മെന്റ് വരുന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായും ബാങ്ക് ടു ബാങ്ക് എൻ്റെ ബാങ്കിൽ നിന്നും കാശ് കിട്ടുന്ന ആളുടെ ബാങ്കിലേക്ക് വേണം പേയ്മെന്റ് പോകാൻ. അല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് ആ വ്യക്തിയുടെ ബാങ്കിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ ബാങ്കിൽ നിന്ന് ആ വ്യക്തിയുടെ കയ്യിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ആ വ്യക്തിയുടെ കയ്യിലേക്ക് പോവാൻ പാടില്ല. ഓക്കെ, ഒരു കാരണവശാലും പോവാൻ പാടില്ല. ഓൾവേസ് മേക്ക് ഷുവർ സകല പേയ്മെന്റും 10,000 രൂപയുടെ മുകളിലാണെങ്കിൽ അത് ബാങ്കിൽ നിന്നും ബാങ്കിലേക്കാണ് പോകുന്നത്. ഇനി അവിടെ ചെറിയൊരു ചേഞ്ച് കൊടുത്താൽ എന്താ അറിയാമോ? ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റേഴ്സ്, നമ്മൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനാണ് പേയ്മെന്റ് കൊടുക്കുന്നതെങ്കിൽ, ലോറികളൊക്കെ ഇല്ലേ, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന പാക്കേഴ്സ്, മൂവേഴ്സ് ഒക്കെ ഇല്ലേ, ലോജിസ്റ്റിക്സ്, അവർക്ക് കൊടുക്കുമ്പോൾ 35,000 രൂപ വരെ ക്യാഷായി കൊടുത്തോളൂ, കുഴപ്പമില്ല. അവർക്ക് കൊടുക്കുമ്പോൾ 35,000 വരെ ക്യാഷ് കൊടുത്തോളൂ. ബാക്കിയുള്ള എല്ലാവർക്കും 10,000 രൂപ, ഇവർക്ക് മാത്രം 35,000 രൂപ. അപ്പോൾ ഈ 10,000 അല്ലെങ്കിൽ 35,000 അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ, 10,000 അല്ലെങ്കിൽ 35,000 മുകളിലേക്ക് നമ്മൾ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നിർബന്ധമായും അത് ബാങ്കിങ് മോഡിലൂടെ ആയിരിക്കണം. ഓക്കെ, അഥവാ ക്യാഷ് പേയ്മെന്റോ ബെയറർ ചെക്കോ ക്രോസ്ഡ് ചെക്കോ ബെയറർ ഡ്രാഫ്റ്റോ അതൊക്കെയാണെങ്കിൽ പണി പാളും. ഇൻകം ടാക്സ് ഒന്നും അനുവദിക്കില്ല. ക്യാഷ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്യാഷായി കൊടുത്തു. ബെയറർ ചെക്ക് എന്ന് പറഞ്ഞാൽ വെറുതെ പേര് എഴുതില്ലേ, ചെക്കിൽ പേര് എഴുതി അക്കൗണ്ട് പേ ഒന്നും എഴുതിയില്ല. ക്രോസ്ഡ് എന്ന് പറഞ്ഞാൽ വെറുതെ ക്രോസ് ചെയ്തു, അക്കൗണ്ട് പേ ക്രോസ് ചെയ്തില്ല. ബെയറർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ വെറുതെ. ബെയറർ എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിലാണോ അയാളുടെ കയ്യിൽ. ഇപ്പൊ ഞാൻ അയാൾക്ക് ചെക്ക് കൊടുത്തു, ക്യാഷ് ചെയ്തോളാൻ പറഞ്ഞു. ഇപ്പൊ സച്ചിൻ പേ സച്ചിനെ എഴുതി, അക്കൗണ്ട് എമൗണ്ട് ഒരു 50,000 എഴുതി. സച്ചിന്റെ ബാങ്കിൽ കൊണ്ടേ കൊടുത്താൽ ഞാൻ കാശായി കിട്ടും. അപ്പൊ സച്ചിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കല്ല വീണേ, സച്ചിന് കാശായി കിട്ടും. അത് ഇപ്പൊ ഞാൻ കൊടുക്കുന്ന ചെക്ക് സച്ചിനെ കയ്യിലേക്ക് കിട്ടരുത്, സച്ചിന്റെ ബാങ്കിലേക്ക് തന്നെ പോകണം എന്നുള്ളതാണ് നിയമം പറയുന്നത്. ഓക്കെ, അതാണ് 40A3. പേയ്മെന്റ് കൊടുക്കുമ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത്. പേയ്മെന്റ് കൊടുക്കുമ്പോൾ ഒരു ദിവസത്തെ പേയ്മെന്റ് ആയിരിക്കണത് ഒരൊറ്റ ആൾക്ക്, സിംഗിൾ പാർട്ടി, മാക്സിമം 10,000 അല്ലെങ്കിൽ 35,000 ഇൻ ക്യാഷ്. അതിനെക്കാട്ടും കൂടുതൽ ക്യാഷ് കൊടുക്കാൻ പാടില്ല. ഇതിനെക്കാട്ടും കൂടുതൽ കൊടുക്കണമെങ്കിൽ മോറാണ് പേയ്മെന്റ് വരുന്നെങ്കിൽ നിർബന്ധമായും ബാങ്കിലൂടെ കൊടുക്കണം. ഇപ്പൊ ദിസ് ഇസ് മീ. ഓക്കെ, ഞാൻ റോ മെറ്റീരിയൽ ഒരാളുടെ നിന്ന് മേടിച്ചു, അയാൾക്ക് 8,000 രൂപ എന്ന് കൊടുത്തു. വേറൊരാളുടെ നിന്ന് മേടിച്ചു, അയാൾക്ക് 9,000 രൂപ കൊടുത്തു. വേറൊരാളുടെ നിന്ന് മേടിച്ചു, ഞാൻ അയാൾക്ക് 12,000 രൂപ കൊടുത്തു. 3 പേർക്ക് ഞാൻ ക്യാഷ് ആയിട്ട് കൊടുത്തു. 3 പേർക്ക് ക്യാഷ് ആയി കൊടുത്തു. ഒരേ ദിവസം ഒരേ ദിവസം എന്താ പറയുക, സിംഗിൾ ഡേ സിംഗിൾ പാർട്ടി. അപ്പൊ സിംഗിൾ ഡേ ഇതെല്ലാം ഒരു ദിവസം ഒരാൾക്ക് 10,000 രൂപയുടെ മുകളിൽ പോയല്ലോ, ഇത് ഓക്കെ. സിംഗിൾ ഡേ സിംഗിൾ പാർട്ടി 10,000 രൂപയുടെ മുകളിൽ പോയല്ലോ, ഓക്കെ. സിംഗിൾ ഡേ സിംഗിൾ പാർട്ടി പക്ഷെ 10,000 രൂപയുടെ മുകളിൽ പോയി അല്ലേ, ഇത് ഫുൾ ഡിസലൗഡ്. ഇങ്ങനത്തെ ഒരു സാധനം കാണിക്കാൻ സമ്മതിക്കില്ല. ഓക്കെ, അപ്പൊ ഒരു ദിവസം ഒരാൾക്ക്, അപ്പോൾ ഒരു ദിവസം പല ആൾക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല. ഇനി ഒരേ ആൾക്ക് പല ദിവസങ്ങളായിട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ഒരാൾക്ക് മാർച്ചിൽ ഒരു 7,000 രൂപ കൊടുത്തു, മാർച്ചിൽ. ഏപ്രിലിൽ ഒരു 8,000 രൂപ കൊടുത്തു. ഓഗസ്റ്റിൽ ഒരു 9,000 രൂപ കൊടുത്തു. സെപ്റ്റംബറിൽ ഒരു 7,000 രൂപ കൊടുത്തു. പിന്നെ ഡിസംബറിൽ ഒരു 6,000 രൂപ കൊടുത്തു. കുഴപ്പമില്ല, ഇത് പല ദിവസങ്ങളായിട്ടല്ലേ കൊടുത്തത്, കുഴപ്പമില്ല. ഒരു ദിവസം ഒരാൾക്ക് കൊടുക്കാണ്ടിരുന്നാൽ മതി 10,000 രൂപയുടെ മുകളിൽ. ഇനി താഴെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് നമ്മൾ ക്യാഷായി കൊടുത്താലും കുഴപ്പമില്ല, ക്യാഷ് തന്നെ വന്നാലും കുഴപ്പമില്ല. അപ്പൊ എക്സെപ്ഷൻസ് ടു 40A3. ഈ 40A3 എന്ന് പറയുന്ന കേസിന് സെക്ഷനിൽ വരുന്ന കുറച്ച് വേറിട്ട ട്രീറ്റ്മെന്റ് വരുന്ന ഐറ്റംസ്, അത് ഇവിടെ ക്യാഷായി കൊടുത്താൽ കുഴപ്പമില്ല. അത് ആർക്കൊക്കെയാ? RBI, SBI, കോപ്പറേറ്റീവ് ബാങ്ക്, പ്രൈമറി ക്രെഡിറ്റ് അഗ്രികൾച്ചറൽ സൊസൈറ്റി, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി, LIC. അത് ബാങ്കിനും LICക്കും, ബാങ്കുകൾക്കും LICക്കും നമ്മൾ ക്യാഷ് കൊടുത്താൽ കുഴപ്പമില്ല. ഗവൺമെന്റിന് പിന്നെ ഗവൺമെന്റ് പറയുന്നു അത് ലീഗൽ ടെൻഡറിൽ വേണം. ലീഗൽ ടെൻഡർ എന്ന് പറഞ്ഞാൽ ക്യാഷായി തന്നെ വേണമെന്ന് ഗവൺമെന്റ് പറയുന്നു, കുഴപ്പമില്ല. കൾട്ടിവേറ്റേഴ്സ്, ഗ്രോവേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, കൃഷിക്കാര്, ഫോറസ്റ്റ് പ്രൊഡക്ട്സ്, ആനിമൽ ഹസ്ബൻഡറി, ഇപ്പോൾ മുട്ട, പാല്, നമ്മുടെ ഡയറി ഫാമിംഗ്, പോൾട്രി ഫാമിംഗ്, മീറ്റ്, ഫിഷ് ഫാമിംഗ്, ഫിസിക്കൾച്ചർ, അവർക്കൊക്കെ കൊടുക്കുന്നത് ക്യാഷായി കൊടുത്താലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഒരു കർഷകന്റെ 50,000 രൂപയ്ക്ക് നെല്ല് മേടിച്ചു, 50,000 കൊടുത്തു. ആ നെല്ല് വെച്ചിട്ട് ഞാൻ കെമിക്കൽസ് ഉണ്ടാക്കണം, 50,000 ഞാൻ ക്യാഷായി കൊടുത്തു, കുഴപ്പമില്ല. കാരണം ഞാൻ ആർക്ക് കൊടുത്തേ? കർഷകനല്ലേ കൊടുത്തേ. അവർക്കൊന്നും വലിയ ബാങ്ക് കണക്ഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. കുടിൽ വ്യവസായം, അതായത് വൈദ്യുതി ഇല്ലാത്ത കുടിൽ വ്യവസായം. ഇനി ഞാൻ എൻ്റെ ഒരു ഏജന്റിന് കൊടുത്തു, ഏജന്റിനോട് പറഞ്ഞു എൻ്റെ പല ആൾക്കാർക്കും കൊടുക്കാനുള്ള കാശാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഏജന്റിന് ഞാൻ 2 ലക്ഷം കൊടുത്തു. ഏജന്റിനോട് ഞാൻ പറഞ്ഞു ഈ 2 ലക്ഷം ഒരു 50 പേർക്കായിട്ട് കൊടുക്കാനുള്ളതാ. പലവർക്ക് 4,000, 3,000, 2,000, 4,000, 5,000 പല ഇങ്ങനെ കൊടുക്കാനുള്ളതാ. അപ്പൊ ഏജന്റ് കാശേ തന്നെ കൈ കൊടുക്കണം. കാരണം ഏജന്റിന് എന്നാലേ എന്റെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് കൊണ്ട് ഇത് എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏജന്റിന് എത്ര കൊടുത്താലും കുഴപ്പമില്ല, കാരണം ഏജന്റ് എനിക്ക് വേണ്ടി വേറെ ആൾ കൊടുക്കാനുള്ളൂ, നോ പ്രോബ്ലം. ഇനി
ഒരു റിട്ടയർമെന്റ് ബെനിഫിറ്റ്, ഗ്രാറ്റുവിറ്റിയോ പെൻഷനോ ആ വക സാധനങ്ങൾ 50,000 വരെ ആയാലും കുഴപ്പമില്ല. ഞാൻ നേരത്തെ ഒരു സാലറി 25,000 ക്യാഷായി കൊടുത്താൽ പ്രശ്നമാവുന്നു അല്ലേ? പക്ഷെ ഗ്രാറ്റുവിറ്റിയോ പെൻഷനോ ലീവ് എൻകാഷ്മെന്റോ ഈ വക റിട്ടയർമെന്റ് ബെനിഫിറ്റുകളാണ് കൊടുക്കണമെങ്കിൽ 50,000 വരെ ആയിക്കോട്ടെ, ക്യാഷ് ആയാലും കുഴപ്പമില്ല. ഇനി അടുത്താണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസ്. പേയ്മെന്റ് മേഡ് ടു എൻ എംപ്ലോയി ആഫ്റ്റർ TDS ഹൂസ് പോസ്റ്റഡ് ഫോർ 15 days ഇൻ എ പ്ലേസ് വെയർ ദർ ഇസ് നോ ബാങ്ക് അക്കൗണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്റ്റാഫ് മിസ് ലക്ഷ്മിയെ ജോലിക്കായിട്ട് ഞാൻ ശ്രീലങ്കയിലേക്ക് വിട്ടു. അല്ലെങ്കിൽ ഷിപ്പിലാണ് എടുത്തൊരു 20-25 ദിവസം ജോലിയാണ്, അല്ലെങ്കിൽ 10-30 ദിവസം ജോലിയാണ്. അപ്പം അങ്ങനെ പോകുമ്പോൾ പുള്ളിക്കാരുടെ കാര്യങ്ങളൊന്നും അതിൽ ക്യാഷ് വേണ്ടി വരും. ശ്രീലങ്കയിൽ നമ്മുടെ ബാങ്കില്ല, ബാങ്കിങ് കണക്ഷൻ ഇല്ല, ഒരു കണക്ടിവിറ്റി ഇല്ല. എനിക്ക് ഇവിടുന്ന് കാശ് അയച്ചു കൊടുക്കാൻ യാതൊരു മാർഗ്ഗമില്ല. ഒരു 19 ദിവസത്തേക്കായിട്ട് ആളങ്ങോട്ട് പോയേക്കണേ, അതിന് ക്യാഷ് വേണ്ടേ? അപ്പം ആൾ തോറും അടുത്ത 2 മാസത്തെ സാലറി ഞാൻ ഇപ്പോഴേ അഡ്വാൻസ് തന്നേക്കാം, കൊണ്ടുപോയിക്കോ, ക്യാഷായി തന്നെ തന്നേക്കാന്ന് പറഞ്ഞു. ഒരു 2 ലക്ഷം രൂപ കൊടുത്തു. ഇൻകം ടാക്സ് പറയണേ 10,000 രൂപയുടെ മുകളിൽ കൊടുക്കരുതെന്നല്ലേ? നേരത്തെ പറയുന്നത് 25,000 രൂപ സാലറി കൊടുത്തപ്പോൾ പ്രശ്നമായി അല്ലേ? ഇവിടെ പ്രശ്നമാവോ? ആവില്ല. ഒറ്റ കാര്യം ഞാൻ ചെയ്താൽ മതി. ലക്ഷ്മി എടുത്ത് ലക്ഷ്മി 2 ലക്ഷം രൂപ തന്നെ ഉണ്ട്, പക്ഷേ അതിന്റെ TDS അടച്ചിട്ടാണ് തന്നെ എന്ന് പറഞ്ഞു. അതിന്റെ TDS അടച്ചു, എന്നിട്ട് ലക്ഷ്മിക്ക് എടുത്തു, ഒരു കുഴപ്പമില്ല. അപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് ഒരാളെ 15 ദിവസത്തിന് മുകളിൽ ബാങ്കിങ് കണക്ഷൻ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടുകയാണെങ്കിൽ അയാൾക്ക് ക്യാഷ് എത്രയോടെയും കൊടുത്തോളൂ. ഒറ്റ കാര്യം നോക്കിയത് TDS പിടിച്ചാൽ മതി. ഇനി ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ലയബിലിറ്റി, അതായത് ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് 50,000 രൂപയുടെ സാധനം പർച്ചേസ് ചെയ്തു, 50,000 രൂപ പർച്ചേസ് ചെയ്തു. അയാൾക്ക് എന്നിട്ട് 47,000 രൂപ സെയിൽ ചെയ്യാൻ നിർത്തി. 47,000 സെയിൽ. അപ്പം 50,000 സാധനം മേടിച്ചു, അവൾക്ക് 50,000 ഞാൻ കൊടുക്കാനും കേട്ടോ. കൊടുക്കുന്നതിന് വരെ എന്ത് ചെയ്തു? ആൾക്ക് 47,000 രൂപയുടെ സാധനങ്ങൾ വിറ്റു. അപ്പോൾ ബുക്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തില്ലേ, ഇപ്പം നെറ്റ് 3,000 അങ്ങോട്ട് കൊടുത്താൽ പോരെ? നെറ്റ് 3,000 കൊടുത്താൽ പോരെ? അപ്പം 47,000 രൂപ ഞാൻ സെയിൽ ചെയ്ത് കൊടുത്തില്ലേ? 50,000-ന് 50,000 കൊടുക്കാനുള്ളതിൽ 47,000 ഞാൻ അങ്ങോട്ട് വിറ്റ് കൊടുത്തു, സാധനമായിട്ട് കൊടുത്തു. അത് കുഴപ്പമില്ല, കാരണം ക്യാഷ് അല്ലല്ലോ ഇടപാട് വന്നത്, കുഴപ്പമില്ല. ഇനി ഇതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ബാങ്ക് ഹോളിഡേയോ ബാങ്കിങ് സർവീസസ് ഇല്ലാത്തുള്ള സമയത്താണെങ്കിലോ, നമുക്ക് ബാങ്ക് ഹോളിഡേകൾ അറിയാലോ, ബാങ്ക് ഹോളിഡേയുടെ ദിവസങ്ങളിൽ ഇപ്പം എനിക്ക് അന്ന് തന്നെ കാശ് കൊടുക്കണം നിൽക്കും. അപ്പം ചെക്ക് കൊടുക്കാൻ പറ്റില്ല, ചെക്ക് കൊടുത്താൽ ബാങ്കിൽ ചെന്നത് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ബാങ്ക് ഹോളിഡേ ആണ്. അപ്പം എൻ്റെ കസ്റ്റമർ അല്ല, എൻ്റെ സപ്ലയർ എനിക്ക് ഇന്ന് തന്നെ ക്യാഷ് വേണം, എനിക്ക് ഇന്ന് തന്നെ ചെക്ക് വേണം, എനിക്ക് നിങ്ങൾ ചെക്ക് തന്നാൽ നാളെ എൻ്റെ അക്കൗണ്ടിൽ വരുള്ളൂ, എനിക്ക് ഇന്ന് തന്നെ ക്യാഷ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കാശായി കൊടുത്തു, വേറെ മാർഗ്ഗമില്ലല്ലോ, ഇൻകം ടാക്സോട് ആയിക്കോട്ടെ. നെക്സ്റ്റ് ഫോറക്സ് ഡീലേഴ്സ്, ഫോറിൻ കറൻസി, ഫോറിൻ എക്സ്ചേഞ്ച് അറിയാലോ, അവർക്കൊക്കെ കാശ് കൊടുത്താലും കുഴപ്പമില്ല. ഇനി വേറെ എന്തെങ്കിലും ബാങ്ക് വഴി കൊടുത്താലും കുഴപ്പമില്ല, അതായത് UPI, GPay, നെറ്റ് ബാങ്കിങ്, നമ്മുടെ ഫോൺ പേ, റേസർ പേ, ഈ വക കാര്യങ്ങളില്ലേ, അതിനൊന്ന് QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് കൊടുക്കുക, അതൊന്നും കുഴപ്പമില്ല. കാരണം എന്താ അറിയോ, അവിടെയൊക്കെ പേയ്മെന്റ് പോകണം എങ്ങനെയാ? എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കല്ലേ പോണേ, ഒരു പ്രശ്നമില്ല. അപ്പം അതാണ് 40A3. ഒരു ദിവസം ഒരാൾക്ക് നമ്മൾ പേയ്മെന്റ് കൊടുക്കുമ്പോൾ 10,000 രൂപയോ 35,000 രൂപയുടെ മുകളിൽ പോകുകയാണെങ്കിൽ, 10,000 30,000 ഡിപ്പെൻഡിങ് അപ്പോൺ ദ കേസ്, മുകളിലേക്ക് പോകുകയാണെങ്കിൽ അത് ബാങ്ക് ആയി കൊടുത്താൽ മാത്രമേ അലൗ ചെയ്യുള്ളൂ. ഓക്കെ. അപ്പം എൻ്റെ സപ്ലയർ എനിക്ക് റോ മെറ്റീരിയൽ വിറ്റാൽ ആദ്യം 7,000 രൂപയുടെ ബില്ല് കൊണ്ടു വന്നു, രാവിലെ 7,000 രൂപയുടെ ബില്ല് വന്നു, വൈകുന്നേരം മുതൽ 8,000 രൂപയുടെ ബില്ല് വന്നു. അപ്പോൾ ഒരു ദിവസം പുള്ളി എത്ര ബില്ല് എനിക്ക് വന്നു? 7, 8, 15,000 തന്നൂലേ? അപ്പം 7 ഞാൻ ക്യാഷായി കൊടുത്തു, 8 ക്യാഷായി കൊടുത്തു. ഇത് പറഞ്ഞു ഓരോന്ന് നോക്കിയാൽ പോരെ സാറേ, 10,000-ന് താഴെയല്ലേ? അല്ല, ഒരു ദിവസം കൊടുത്തത് എല്ലാം കൂടെ നോക്കണം. അപ്പം ഇന്നാൾക്ക് എല്ലാം കൂടെ എത്ര കൊടുത്തു? ഞാൻ 15 കൊടുത്തു ക്യാഷായിട്ടല്ലേ? പ്രശ്നമായി. ഓക്കെ, അതാണ് 40A3 ലിമിറ്റ് ഫോർ ക്യാഷ് മോഡ് പേയ്മെന്റ്സ്. ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് 40B ഡിസലവൻസ് ഫോർ പാർട്ണർഷിപ്പ് ഫേംസ്. അത് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നില്ല, കാരണം അത് കുറച്ച് എക്സ്റ്റൻസീവ് സെക്ഷനാണ്, കുറച്ച് സ്റ്റാൻഡ് അലോൺ ആയിട്ട് പഠിക്കുന്നതായിരിക്കും നമുക്ക് ബെറ്റർ. അപ്പോൾ സോ ഐ എം സ്കിപ്പിംഗ് ദിസ് സെക്ഷൻ ഫോർ ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ സെപ്പറേറ്റ് സെക്ഷൻ തന്നെ, സെപ്പറേറ്റ് വീഡിയോ തന്നെ ഒറ്റ ഏരിയയ്ക്ക് വേണ്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ 40B ഞാൻ വിടുക. സോ 40B മുഴുവൻ വിടുന്നു. ഞാൻ 43 ക്യാപിറ്റൽ ബിയിലേക്ക് കിടക്കാം, ഡിസലവൻസ് ഫോർ അൺപെയ്ഡ് ലയബിലിറ്റി. ഇത് ഫെയർലി സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ആണ്. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർട്ടൻ പേയ്മെന്റ്സ് നമ്മളിപ്പോൾ നമ്മുടെ ബുക്സ് പ്രിപ്പയർ ചെയ്യുന്ന അക്രൂവൽ ബേസിസിലായിരിക്കും. ചിലപ്പോൾ യഥാർത്ഥത്തിൽ പേ ചെയ്തതായിരിക്കില്ല പേയ്മെന്റ് ആയി കിടക്കുന്നത്, പേ ചെയ്യാൻ വെച്ചിരിക്കുന്നത്, ബില്ല് ഒന്നും പേ ചെയ്തില്ല, അക്രൂവായി, ഇപ്പോൾ സാലറി ഡ്യൂ ആയി, ഞാൻ പേ ചെയ്തില്ല, അതൊക്കെ പേയ്മെന്റ്സ് കിടക്കുന്നുണ്ടാവും. പക്ഷെ ഒരു 7 പേയ്മെന്റ്സിനെ കുറിച്ച് ഇൻകം ടാക്സ് പറയുന്നത്, അത് നിങ്ങൾ പേ ചെയ്താൽ മാത്രമേ ഡിഡക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. പേ ചെയ്താൽ മാത്രം. അപ്പോൾ ഏത് ദിവസത്തിനുള്ളിൽ പേ ചെയ്യണം? വർഷം കഴിയുന്നതിന് മുമ്പ് പേ ചെയ്യണോ, വേറെ ഏതെങ്കിലും ദിവസമാണോ? വർഷം കഴിയുന്നതിനുള്ളിൽ പേ ചെയ്യണമെന്ന് നിർബന്ധമില്ല. യു ക്യാൻ പേ ഇറ്റ് വിത്തിൻ 139(1) റിട്ടേൺ ഫയലിംഗ് ഡേറ്റ്. റിട്ടേൺ എന്നാണോ ഫയൽ ചെയ്യേണ്ടത്, ആ ഡേറ്റിനുള്ളിൽ പേ ചെയ്യാം. റിട്ടേൺ എന്നാ ഫയൽ ചെയ്യേണ്ടത്? JON ജനറലി പറയുകയാണെങ്കിൽ ജൂലൈ, ഒക്ടോബർ, നവംബർ. ജൂലൈ 31st, ഒക്ടോബർ 31st, നവംബർ 30th. അപ്പോൾ ജോൺ ആണ് നമ്മുടെ റിട്ടേൺ ഫയലിംഗ് ഡേറ്റ്. ഓക്കെ. അപ്പോൾ ആ മാസങ്ങളെ ലാസ്റ്റ് ഡേറ്റ്സ്. അപ്പം ഇനി ഏതൊക്കെയാണ് ഓരോ ആൾക്കാർക്ക് എങ്ങനെ ജൂലൈ വരണം, ഒക്ടോബർ വരണം, നവംബർ വരണം എന്നൊക്കെ ഉള്ളത് നമ്മളത് റിട്ടേൺ ഫയലിംഗ് എന്നുള്ള ചാപ്റ്ററിൽ കാണും. അപ്പോൾ ഏതൊക്കെയാണ് പേയ്മെന്റ് നടത്തിയാൽ മാത്രം ഡിഡക്ഷൻ എടുക്കാൻ പറ്റുന്ന ഐറ്റംസ്? ഒരു 7 ഐറ്റംസ് ആണ് ഇവിടെ വരുന്നത്. ആദ്യത്തേത് എനി ടാക്സ്, ഡ്യൂട്ടി ഓർ സെസ്. എന്തെങ്കിലും ടാക്സ്, ഡ്യൂട്ടി ഓർ സെസ്, ഏതെങ്കിലും ടാക്സോ ഡ്യൂട്ടിയോ സെസ്സെങ്കിലും പേ ചെയ്താൽ ഡിഡക്ഷൻ എടുത്തോളൂ. പക്ഷെ ഞാനിപ്പോൾ ഈ പറഞ്ഞത് നേരത്തെ ഞാൻ ഈ വീഡിയോ തന്നെ പഠിപ്പിച്ചത് എന്തെങ്കിലുമായിട്ട് പരസ്പരം വിരുദ്ധമായിട്ട് വരുന്നുണ്ടോ? ഉണ്ടല്ലേ. നമ്മൾ രണ്ടാമത് പഠിച്ച ഐറ്റം എന്തായിരുന്നു? രണ്ടാമത് പഠിച്ച ഐറ്റം എന്താ പറയുക? ഇൻകം ടാക്സ് പേയ്മെന്റ് ഒരിക്കലും ഡിഡക്ഷൻ എടുക്കാൻ പറ്റില്ല എന്നാണ്, അല്ല ഇൻകം ടാക്സ് പേയ്മെന്റ്. പക്ഷെ ഇവിടെ പറഞ്ഞു എനി ടാക്സ്, ഡ്യൂട്ടി ഓർ സെസ് പേ ചെയ്താൽ എടുത്തോളാൻ. ഇവിടെ വരുന്ന ടാക്സ്, ഡ്യൂട്ടി, സെസ് എന്താ അറിയാമോ? ഇൻഡയറക്ട് ടാക്സ്, GST, സെയിൽസ് ടാക്സ്, വാറ്റ് തുടങ്ങിയവയാണ് ഇവിടെ വരുന്നത്.
അപ്പോൾ എനി ഇൻഡയറക്ട് ടാക്സസ് കസ്റ്റംസ് പേ ചെയ്താൽ ഡിഡക്ഷൻ എടുത്തോ, പേ ചെയ്താൽ മാത്രം. എന്ന് പേ ചെയ്താൽ 139(1) 139(1) എന്ന് പറഞ്ഞാൽ ദി ഡേറ്റ്സിനുള്ളിൽ. പിന്നെ അടുത്ത 3 ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. എംപ്ലോയർ കോൺട്രിബ്യൂട്ടിംഗ് ടു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ട്, സൂപ്പറാനുവേഷൻ ഫണ്ട്, നാഷണൽ പെൻഷൻ സ്കീം ഓർ എനി അതർ ഫണ്ട് ആസ് പെർ ലോ. നിയമപ്രകാരം ഒരു എംപ്ലോയിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫണ്ട്, നിയമപ്രകാരം ഒരു എംപ്ലോയിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടിലേക്ക് എംപ്ലോയർ ആക്ച്വലി കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് ഈ ദിവസത്തിനുള്ളിൽ. കോൺട്രിബ്യൂട്ട് ചെയ്താൽ ഡിഡക്ഷൻ എടുക്കാം. അപ്പൊ ചിലപ്പോൾ P&L പറയേ കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഫണ്ട് എന്നോ അല്ലെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ട് എന്നോ പറയും. എന്റെ അഡ്ജസ്റ്റ്മെന്റ് പറയും ഇറ്റ് വാസ് നോട്ട് ആക്ച്വലി പെയ്ഡ് എന്ന് പറയും. പെയ്ഡ് അല്ല, അപ്പോൾ ഡിഡക്ഷൻ എടുക്കാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് എംപ്ലോയർ പേയിങ് ബോണസ് ഓർ കമ്മീഷൻ ടു എംപ്ലോയീസ്. നമുക്കറിയാം ഈ സാലറിയിൽ വരുന്ന 2 ഐറ്റംസ് ആണ് ബോണസും കമ്മീഷനും. പക്ഷേ ഞാൻ ജസ്റ്റ് ചോദിച്ചോട്ടെ, ഒരു എംപ്ലോയറിന് ഒരു കൊല്ലം തുടങ്ങുമ്പോൾ തന്നെ പറയാൻ പറ്റുമോ ഒരു എംപ്ലോയിക്ക് എത്ര ബോണസ് കൊടുക്കണം, എത്ര കമ്മീഷൻ കൊടുക്കണം എന്ന്? ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലേ? കാരണം ബോണസും കമ്മീഷനും ഓരോ വ്യക്തിയുടെയും ഓരോ മാസത്തെയും അല്ലെങ്കിൽ ഓരോ പീരീഡിലെയും പെർഫോമൻസ് അനുസരിച്ച് കൊടുക്കുന്നതാണ് ബോണസും കമ്മീഷനും. അപ്പം മുൻകൂറെ നമുക്ക് പറയാൻ പറ്റില്ല എനിക്കൊരു 100 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അതിൽ 5 പേർക്ക് ഈ 5 പേർക്ക് ഞാൻ ബോണസ് കൊടുക്കും, ഈ 10 പേർക്ക് ഞാൻ കമ്മീഷൻ കൊടുക്കും എന്ന് പറയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അത് ആക്ച്വലി പേയബിൾ ആകുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ അത് കാരണം അതിന്റെ കേസിലും പറഞ്ഞത് എംപ്ലോയർ അത് ആക്ച്വലി പേ ചെയ്യുമ്പോൾ മാത്രം ഡിഡക്ഷൻ എടുത്താൽ മതി. അതുപോലെ തന്നെ ലീവ് സാലറി, ലീവ് എൻകാഷ്മെന്റ്. എന്റെ കമ്പനി ഇപ്രാവശ്യം 4 പേര് റിട്ടയർ ഉണ്ട്, അവർക്ക് ഇത്ര ഗ്രാറ്റുവിറ്റി കൊടുക്കണം എന്നുള്ളത് എനിക്ക് ആദ്യമേ അറിയാൻ പറ്റും. പക്ഷേ ഇക്കൊല്ലം എത്ര പേർക്ക് ലീവ് സാലറി കൊടുക്കണം എന്ന് അറിയാൻ പറ്റുമോ? അത് ഓരോ വ്യക്തിയും എത്ര ലീവ് എടുത്തു എത്ര ലീവ് എടുത്തില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലിരിക്കില്ലേ. അപ്പൊ നമുക്ക് അത് മുൻകൂട്ടി പറയാൻ പറ്റില്ല. അപ്പോൾ ഈ 2 സാധനങ്ങൾ മുൻകൂട്ടി പറയാൻ പറ്റാത്ത 2 ഐറ്റംസ്, ബോണസും കമ്മീഷനും ലീവ് സാലറി, ഇത് രണ്ടും പേ ചെയ്താൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എനി ഇൻഡയറക്ട് ടാക്സസ് ഡ്യൂട്ടി ഓർ സെസ് 3 payments by employer to employee. 3 payments ഏതൊക്കെയാ? എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട്സ്, എംപ്ലോയേഴ്സ് പേയ്മെന്റ് ഓഫ് ബോണസ് ആൻഡ് കമ്മീഷൻ ആൻഡ് എംപ്ലോയർ പേയിങ് ലീവ് സാലറി. ഇനി 2 പലിശ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അത്ര അറിഞ്ഞാൽ മതി. പലിശ, ലോൺ എടുത്തിട്ടുണ്ടോ, പലിശ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ പലിശ അടച്ചാൽ മാത്രമേ ഡിഡക്ഷൻ എടുക്കാൻ പറ്റൂ. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇല്ലേ, സെക്ഷൻ 22 ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അവിടെ ഇൻട്രസ്റ്റ് പേയബിൾ ആയാൽ മതിയായിരുന്നു ഡിഡക്ഷൻ എടുക്കാൻ, പേയബിൾ ആയാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ ഇൻട്രസ്റ്റ് പെയ്ഡ് ആയിരിക്കണം. പെയ്ഡ് ആയാൽ മാത്രമേ ഡിഡക്ഷൻ കിട്ടുള്ളൂ, ഹൗസ് പ്രോപ്പർട്ടിയുടെ പോലെ അല്ല. ആൻഡ് ലാസ്റ്റ് വൺ, എനി സം പേയബിൾ ടു റെയിൽവേസ്. ഇന്ത്യൻ റെയിൽവേസിന് എന്തെങ്കിലും IRCTCക്ക് എന്തെങ്കിലും നമ്മൾ പേയ്മെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്താൽ മാത്രമേ ഡിഡക്ഷൻ എടുക്കാൻ പറ്റുകയുള്ളൂ. ഓൺലി ഇഫ് പെയ്ഡ്. പെയ്ഡ് അല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല. ഇനി ഇവിടെ ഒരു സ്പെഷ്യൽ ക്ലോസ് ഉണ്ടോ? ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസാണ്. ഇതെന്താ പറയണെന്ന് അറിയാമോ? ഇവിടെ പറഞ്ഞ ഇത്രേ ഉള്ളൂ. സേ ദിസ് ഇസ് മീ. ഓക്കെ, എൻ്റെ ഒരു സപ്ലയർ. ഓക്കെ, എൻ്റെ സപ്ലയർ, ദിസ് ഇസ് ദ സപ്ലയർ. ഇയാളൊരു മൈക്രോ അല്ലെങ്കിൽ സ്മോൾ എന്റർപ്രൈസാണ്. കൂടുതൽ വ്യവസായം മൈക്രോ അല്ലെങ്കിൽ സ്മോൾ എന്റർപ്രൈസാണ്. മീഡിയം ഇല്ല, മൈക്രോ സ്മോൾ എന്റർപ്രൈസാണ്. ഇയാളുടെ കയ്യിൽ നിന്ന് ഞാൻ 50 ലക്ഷം രൂപയുടെ സാധനം മേടിച്ചു, റോ മെറ്റീരിയൽ മേടിച്ചു. ഇയാൾക്ക് ഞാൻ എന്ത് ചെയ്യണം? പേയ്മെന്റ് കൊടുക്കണം, 50 ലക്ഷം കൊടുക്കണം അല്ലെ? ഇത് ഗുഡ്സ് മേടിച്ചു, ഇത് ഞാൻ ക്യാഷ് കൊടുക്കണം. ഇൻകം ടാക്സ് എന്താ പറയുന്നത് അറിയാമോ? കച്ചവടം, ട്രാൻസാക്ഷൻ നടന്നതും പേയ്മെന്റ് നടന്നതും സെയിം ഇയറിലാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഞാൻ സാധനം മേടിച്ചു, ആ വർഷം തന്നെ പേയ്മെന്റ് കൊടുത്തു, ഒരു കുഴപ്പമില്ല. പക്ഷെ ട്രാൻസാക്ഷൻ നടന്നത്, ഞാൻ മേടിച്ചത് മാർച്ച് 28, പേയ്മെന്റ് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞത് ഏപ്രിൽ 5, അടുത്ത വർഷമായില്ലേ? മാർച്ച് 31 അടുത്ത വർഷമായില്ലേ? അപ്പൊ അങ്ങനെ ട്രാൻസാക്ഷൻ നടന്നത് ഒരു വർഷം, പേയ്മെന്റ് നടക്കുന്ന വേറെ വർഷം. അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ ഒരു ക്ലോസ് ഉണ്ട്. ഇവിടെ നോക്കേണ്ട എന്താ വെച്ചാൽ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് ആക്ട് ഉണ്ട്, അതിന്റെ സെക്ഷൻ 15 നോക്കണം. അതെപ്പോഴാണ്? 2 കാര്യവും ഒരേ വർഷം നടന്നാൽ കുഴപ്പമില്ല. 2 ഞാൻ വാങ്ങിച്ചത് ഡിസംബറിൽ പേയ്മെന്റ് കൊടുത്ത് ജനുവരിയിൽ കുഴപ്പമില്ല, ഞാൻ വാങ്ങിച്ചത് ഓഗസ്റ്റിൽ പേയ്മെന്റ് കൊടുത്ത് ഡിസംബറിൽ കുഴപ്പമില്ല. പക്ഷെ വാങ്ങിച്ചത് ഒരു കൊല്ലം, ഇതിപ്പോൾ 24, 25 എന്നുള്ള കൊല്ലം, പേയ്മെന്റ് കൊടുക്കണ ഏപ്രിലാണ്, അപ്പോൾ 25, 26 എന്നുള്ള കൊല്ലമായി. അങ്ങനെ ആകുമ്പോൾ ചെറിയൊരു പ്രശ്നം. എന്താ ഇൻകം ടാക്സ് പറഞ്ഞത് നമുക്ക് നോക്കാം. ക്ലോസ് H, സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ പേയ്മെന്റ്സ് മെയ്ഡ് ടു മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ്. ഇവിടുത്തെ മൈക്രോ സ്മോൾ മീഡിയം അല്ല, MS മൈക്രോനും സ്മോളിൽ മാത്രം ഇത് ആപ്ലിക്കബിൾ ആവുന്നത്. സെക്ഷൻ 15 ഓഫ് ദി MSMED ആക്ട് മാൻഡേറ്റ്സ് പേയ്മെന്റ്സ് ടു മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ്. കാരണം മൈക്രോ സ്മോൾ മാത്രമേ ഉള്ളൂ, മീഡിയം ഇല്ല. ഷാൽ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ ഓൺലി ഇഫ്. താഴെ പറയുന്ന രീതിയിൽ ചെയ്താൽ മാത്രമേ ഡിഡക്ഷനായി കൊടുക്കുള്ളൂ. എന്താണ് താഴെ പറയുന്ന രീതി? ട്രാൻസാക്ഷൻ ആൻഡ് പേയ്മെന്റ് ആർ വിത്തിൻ സെയിം ഇയർ. ഓഗസ്റ്റിൽ വാങ്ങിച്ചു, സെപ്റ്റംബറിൽ പേയ്മെന്റ് എടുത്തു, ജൂലൈയിൽ മേടിച്ചു, ഒക്ടോബറിൽ പേയ്മെന്റ് എടുത്തു. മേടിക്കുന്നതും കൊടുക്കുന്നതും ഒരേ വർഷം, കുഴപ്പമില്ല. ഇനി ഒരേ കൊല്ലം അല്ലെങ്കിൽ ഇഫ് അതർവൈസ് പേയ്മെന്റ് ടു ബി മെയ്ഡ് ആസ് അണ്ടർ സെക്ഷൻ 15 ഓഫ് MSMED ആക്ട്. സെക്ഷൻ 15 ഓഫ് MSMED ആക്ട് പറയുന്ന രീതിയിൽ പേയ്മെന്റ് കൊടുക്കണം. അവിടെ എന്താ പറയുന്നത്? ഒന്നില്ലെങ്കിൽ കച്ചവടം നടന്ന് 15 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് കൊടുക്കണം.
ഇനിയല്ല, ഞാനും എൻ്റെ സപ്ലയറും തമ്മിൽ കരാറുണ്ടായി. കരാറിൽ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചു. ഞാൻ മേടിച്ചിട്ട് 20 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് തരാമെന്ന്. മേടിച്ചിട്ട് 20 ദിവസം, സേ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ മേടിച്ചത് മാർച്ച് 28. ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് 20 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായി? മാർച്ച് 28 20 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലണ്ടർ ഇവിടെ പോട്ടെ, ഞാൻ അസംഷൻ എടുക്കാൻ പോവാണ്. ഏപ്രിൽ 28 എന്ന് പറഞ്ഞാൽ 31 ദിവസമായി. 31 11 കുറച്ച് കഴിഞ്ഞാൽ 17. ഓക്കെ, ഏപ്രിൽ 17 തരാമെന്ന് പറഞ്ഞു. 20 ദിവസത്തിൽ ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 20 ദിവസത്തിലൊന്നും കൊടുത്താൽ കുഴപ്പമില്ല. ആ പറഞ്ഞേക്കണ എഗ്രിമെന്റ് പ്രകാരം കുഴപ്പമില്ല. കാരണം ഞാനും എൻ്റെ സപ്ലയറും, മീ ആൻഡ് സപ്ലയർ ഒരുമിച്ച് വന്ന് ഞങ്ങളുടെ രണ്ടര അഗ്രിമെന്റിലെത്തി 20 days പേയ്മെന്റ്. ഇൻകം ടാക്സ് 20 days അല്ലേ, കുഴപ്പമില്ല. പക്ഷെ ഞാനും എൻ്റെ സപ്ലയറും കൂടെ പറഞ്ഞു 60 days പേയ്മെന്റ്, 60 ദിവസത്തെ പേയ്മെന്റ് തരാന്ന്. ഇൻകം ടാക്സ് പറഞ്ഞു പറ്റില്ല. നിങ്ങൾ തമ്മിൽ അഗ്രിമെന്റ് ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഞങ്ങൾ മാക്സിമം തരാൻ പോണത് 45 ദിവസം. അതായത് ഞാൻ അഗ്രിമെന്റിൽ ഇപ്പൊ 60, 70, 90 എന്നൊക്കെ പറയട്ടെ, 45ാമത്തെ ദിവസം ആകുമ്പോഴേക്കും ഞാൻ പേയ്മെന്റ് കൊടുത്തണം, അല്ലെങ്കിൽ ഡിഡക്ഷൻ കിട്ടില്ല. മനസ്സിലായോ? അപ്പൊ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: പേയ്മെന്റ് ടു ബി മെയ്ഡ് വിത്തിൻ ദ ടൈം ആസ് പെർ റിട്ടേൺ അഗ്രിമെന്റ് വിച്ച് കനോട്ട് എക്സീഡ് 45 days. അപ്പൊ ഞാൻ ഇപ്പോ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ, ഞാൻ ജനുവരി വേണ്ട, മാർച്ചിനെടുക്കാം. മാർച്ച് 1 സാധനങ്ങൾ മേടിച്ചു. മാർച്ച് 1 2025. പേയ്മെന്റ് കൊടുക്കുന്നത് മെയ് 1 2025. ഞങ്ങൾ തമ്മിലുള്ള അഗ്രിമെന്റ് പ്രകാരം 75 ദിവസം കഴിഞ്ഞ് പേയ്മെന്റ് കൊടുത്താൽ മതി എന്നായിരുന്നു. അപ്പൊ മാർച്ചിൽ നിന്ന് 30 ദിവസമായി കഴിഞ്ഞാൽ ഏപ്രിൽ 1, 31 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു 30 ദിവസമായി കഴിഞ്ഞാൽ മെയ് 1. അപ്പൊ 61 ദിവസത്തിൽ ഞാൻ പേയ്മെന്റ് കൊടുത്തു. പക്ഷെ പറ്റില്ല. ഇൻകം ടാക്സ് എന്താ പറയുന്നത് അറിയാമോ? മാർച്ച് 1 ഡീൽ കടന്നു കഴിഞ്ഞാൽ മാർച്ച് 1 നിന്ന് 45 ദിവസം. അപ്പൊ ഏപ്രിൽ 1 ആകുമ്പോൾ 30 ദിവസമായി, 31 ദിവസമായില്ലേ ഏപ്രിൽ 1 ആയപ്പോ. പിന്നെ ഒരു 15 ദിവസം കൂടെ, 14 ദിവസം കൂടെ ഉണ്ട്. അപ്പൊ ഏപ്രിൽ 16 എൻ്റെ ഡെഡ് ലൈൻ. അതിനുള്ളിൽ പേയ്മെന്റ് കൊടുക്കണം. 45th ഡേക്ക് ആയിരിക്കണം പേയ്മെന്റ് കൊടുക്കേണ്ടത്. നിങ്ങളൊന്ന് ജസ്റ്റ് ക്രോസ് വെരിഫൈ ചെയ്തോളൂ 45th ഡേ തന്നെ അല്ലേ എന്നുള്ളത്. ഞാൻ പെട്ടെന്ന് മനക്കണക്കി പറഞ്ഞതാണ്ടോ, ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്തോളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ. ഒരു മൈക്രോ അല്ലെങ്കിൽ സ്മോൾ ആയിട്ടുള്ള ആളായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അയാളുടെ പേയ്മെന്റ് വർഷാവസാനം വരെയോ അല്ലെങ്കിൽ റിട്ടേൺ ഫയലിംഗ് വരെയോ എന്നുള്ള ഡേറ്റ് അല്ല നോക്കണ്ടേ. പേയ്മെന്റ് ടു ബി മെയ്ഡ് ഇൻ സെയിം ഇയർ. ഒന്നീ വർഷം ഏതാണ് ട്രാൻസാക്ഷൻ നടന്ന അതേ വർഷം പേയ്മെന്റ് കൊടുക്കുക. ഇനി അല്ലെങ്കിൽ പേയ്മെന്റ് മെയ്ഡ് ഇൻ 15 days ഓർ എഗ്രിമെന്റ് പറഞ്ഞ ഡേറ്റ്, പക്ഷെ ഒരു കാരണവശാലും എഗ്രിമെന്റ് ഡേറ്റ് 45 ഡേയ്സിനപ്പുറം പോകാൻ പാടില്ല. 45 ഡേയ്സ് മാക്സിമം. ഇപ്പൊ ക്വസ്റ്റ്യൻ കാണും ഇങ്ങനെയൊക്കെ, ഞാൻ എൻ്റെ P&L എക്സ്പെൻസ് ഇട്ടിരിക്കുക, പേയ്മെന്റ് മെയ്ഡ് ടു ABC കമ്പനി അല്ലെങ്കിൽ ABC മൈക്രോ കമ്പനി, നമ്മൾ 45,000 കാണിച്ചു. എന്നിട്ട് ഇത് കാണിക്കുക, എവിടെ അഡ്ജസ്റ്റ്മെന്റ് കാണിക്കുക, മേടിച്ചത് മാർച്ച് 4 പേയ്മെന്റ് കൊടുത്തത് ജൂണിലാണ്. എടുക്കാൻ പറ്റില്ലല്ലോ, ഡിഡക്ഷൻ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതാണ് കേസ് കേട്ടോ. യെസ്. ഇനി കുറച്ച് മിസ്ലേനിയസ് സെക്ഷൻസ് ഉണ്ട് ഇവിടെ, കുറച്ച് മിസ്ലേനിയസ് സെക്ഷൻസ്. ഈ മിസ്ലേനിയസ് സെക്ഷൻസിൽ എന്താ പറയുന്നത്? 40A1B. ഇത് കാര്യമാക്കണ്ട, കാരണം ഇന്റർമീഡിയറ്റിന്റെ ലെവലാണ് വലിയ പ്രശ്നമായിരുന്നു. പക്ഷേ ഫൈനലിന്റെ ലെവലിലാണെന്ന് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈക്വലൈസേഷൻ ലെവി എന്നൊരു പെർട്ടിക്കുലർ ചാപ്റ്റർ നമ്മൾ പഠിക്കും. അതിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ, അതിൽ എന്തെങ്കിലും ഫെയിലിയർ നമ്മുടെ സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രൊവിഷൻസിന് ഒരു ഡിസലവൻസ് ആണ് 40A1B. ഡോണ്ട് ഗിവ് മച്ച് തോട്ട് ടു ഇറ്റ് റൈറ്റ് നൗ. നെക്സ്റ്റ് വൺ 40A2B. റോയൽറ്റി, ലൈസൻസ് ഫീസ് എക്സെട്ര പേയബിൾ ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റ്, പബ്ലിക് സെക്ടർ കമ്പനീസ് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കേണ്ട പേയ്മെന്റ്സ് ഉണ്ടെങ്കിൽ, സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കേണ്ട റോയൽറ്റി ആണ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് ഡിസലവൻസ് ആണ് 40A2B വരുന്നത്. അത് നമുക്ക് ഒരുപാട് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വൺ, ദിസ് ഇസ് ഇമ്പോർട്ടന്റ്, 40A5. ഡിസലവൻസ് ഫോർ ടാക്സ് പെയ്ഡ് ഓൺ പെർക്വിസിറ്റ് പെയ്ഡ് ടു എംപ്ലോയീസ്. സോ ഞാനൊരു കമ്പനി, ഞാൻ എൻ്റെ തൊഴിലാളികൾക്ക് കാർ കൊടുത്തു പെർക്വിസിറ്റ് ആയിട്ട്. എന്നിട്ട് ആ കാർ കൊടുത്തതിന്റെ ടാക്സ് ഞാൻ പേ ചെയ്തു. അത് രണ്ടും ഞാൻ എൻ്റെ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു. ഞാൻ എൻ്റെ ഇൻകം ടാക്സിന് അടയ്ക്കണത് ഡിഡക്ഷൻ ആയിട്ട് സമ്മതിക്കില്ല. അപ്പൊ എംപ്ലോയീസിന് കൊടുത്ത പെർക്വിസിറ്റിൽ അവരുടെ ഇൻകം ടാക്സ് അടയ്ക്കണത് സമ്മതിക്കുകയോ ഇല്ല. 40A5 പറയുന്നത് പെർക്വിസിറ്റ് കൊടുക്കണമെങ്കിൽ ആ പെർക്വിസിറ്റ് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചോ. പക്ഷെ പെർക്വിസിറ്റിന്റെ പുറത്ത് താൻ തന്റെ തൊഴിലാളിക്ക് വേണ്ടി ടാക്സും അടച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ സമ്മതിക്കില്ല. കാരണം തന്റെ ടാക്സിനെ താൻ വേണേ ഞങ്ങൾ കുറയ്ക്കാൻ സമ്മതിക്കില്ല. അപ്പൊ താൻ തന്നെ എംപ്ലോയീസിന്റെ ടാക്സ് വേണേ ഞങ്ങൾ സമ്മതിക്കോ ഇല്ല. നെക്സ്റ്റ് വൺ 40A7. പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി. ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം പ്രൊവിഷൻ എന്നുള്ള സാധനം ഒരിക്കലും ഇൻകം ടാക്സ് റിഡക്ഷൻ ആയിട്ട് തരാറില്ല. ഇനി തരും എപ്പോഴാന്ന് പറയുമ്പോൾ പ്രൊവിഷൻ ഇസ് അലൗഡ് വെൻ ICDS 10 agrees. ICDS 10 അലൗ ചെയ്യുമ്പോൾ മാത്രമേ പ്രൊവിഷൻ അലൗ ഉള്ളൂ. അല്ലാത്ത പക്ഷം പ്രൊവിഷൻ ഒരിക്കലും സമ്മതിക്കില്ല. അപ്പൊ ഇവിടെ മനസ്സിലാക്കുന്നതാവും ICDS 10 പ്രകാരമാണെങ്കിൽ പോലും പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി ഇത് ആപ്ലിക്കബിൾ ആവുന്നില്ല. പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി ഇസ് നോട്ട് അലൗഡ് ആസ് ഡിഡക്ഷൻ. ഇനി തരും എപ്പോഴാന്ന് പറയുമ്പോൾ പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി ഡിഡക്ഷൻ ആയിട്ട് തരും. എപ്പോഴാ? അതൊരു ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ആവുമ്പോൾ, ഗ്രാറ്റുവിറ്റി ഫണ്ടിലേക്ക് ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ആവുമ്പോൾ, അല്ലെങ്കിൽ ആ പേയ്മെന്റ്, ആ ഗ്രാറ്റുവിറ്റി ഇക്വല് നമ്മൾ ആക്ച്വലി പേ ചെയ്യുമ്പോൾ, ഒന്നിന് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ആക്ച്വലി പേ ചെയ്യണം. എന്നാൽ മാത്രമേ പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റിയുടെ റിഡക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ. ആൻഡ് ഫൈനലി ലാസ്റ്റ് വൺ
ഞാൻ എൻ്റെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ABC ചിട്ട് ഫണ്ടിൽ ഒരു ചിട്ടി ഫണ്ട് തുടങ്ങി അതിലേക്ക് കാശ് ഇടാൻ തുടങ്ങി. നടക്കൂല, അതൊന്നും നിയമപരമായിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ ബിസിനസ് റൺ ചെയ്യാനായിട്ട് എംപ്ലോയുടെ പേരിൽ ഇതിന് ചിട്ടി ഫണ്ട് കാശ് ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അത് ഡിഡക്ഷൻ എത്തിയില്ല എന്നുള്ളതാണ് ഇൻകം ടാക്സ് വ്യക്തമാക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി അല്ലാത്ത ഏതെങ്കിലും ഒരു ഫണ്ട്, സ്റ്റാറ്റ്യൂട്ടറി അല്ലാത്തതെന്ന് ഉദ്ദേശിക്കുന്നത് നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളത് മാത്രമല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുറെ ലീഗൽ ഫണ്ട്, ഉദാഹരണത്തിന് XYZ എംപ്ലോയി വെൽഫെയർ ഫണ്ട്, ചുമ്മാ ഒരു എംപ്ലോയി വെൽഫെയർ ഫണ്ട്, ആ ഫണ്ടിലേക്ക് കാശ് ഇട്ടു, അത് ലീഗലാണ്. പക്ഷെ സ്റ്റാറ്റ്യൂട്ടറി ആയിരുന്നില്ല അതിലേക്ക് കാശ് കോൺട്രിബ്യൂട്ട് ചെയ്യണത്, അതിലേക്ക് നിർബന്ധമായിരുന്നില്ല. നിയമപ്രകാരം ഈ കമ്പനി അതിലേക്ക് കാശ് ഇടണം എന്നുള്ള ഒരു കണ്ടീഷൻ, അങ്ങനത്തെ ഒരു ബെയറിങ്ങോ ഈ കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി കോൺട്രിബ്യൂഷൻ അല്ലാത്ത എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ സം റാൻഡം ഫണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഡിസലവൻസ് ആയിരിക്കും, അത് അലൗ ചെയ്യുന്നതായിരിക്കില്ല. P&L അത് എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അലൗ ചെയ്യുന്നതായിരിക്കില്ല. റൈറ്റ്, അപ്പൊ നമ്മുടെ മിസ്ലേനിയസ് സെക്ഷൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് താഴെ കിടക്കുന്ന കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് നോക്കാം. അതിലിപ്പോ 43CA വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് 43CB, D, A അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല പെർ സെ പറയുകയാണെങ്കിൽ കേട്ടോ. അപ്പൊ അത് ഞാൻ 43A എന്താന്ന് പറഞ്ഞുതരാം, ഒരു എക്സാമ്പിളോടെ പറഞ്ഞുതരാം. ഇതൊക്കെ നമ്മൾ കുറെ മൂവീസിലും പല പോപ്പുലർ കൾച്ചറൽ റെഫറൻസുകളിലും കാണുന്നതാണ്. സേ എൻ്റെ കയ്യിൽ ഒരു വീടും പറമ്പുണ്ട്, ഓക്കെ. ഇത് ഞാൻ ഒരാൾക്ക് വിൽക്കുന്നു. ഐ എം സെല്ലിംഗ് ദിസ് ടു വൺ പേഴ്സൺ. So this is me and I'm selling it for say 1.2 CR. 1.2 CR ആണ് വിൽക്കണത്. സ്റ്റാമ്പ് ഡ്യൂട്ടി അതോറിറ്റീസ് ഇതിന്റെ വാല്യൂ നോക്കിയപ്പോൾ ഇതിന്റെ വാല്യൂ കാണുന്നത് 1.5 CR. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂന്റെ 1.5 CR, വിറ്റ വാല്യൂ 1.2 CR. അപ്പൊ നോക്കുകയാണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഞാനിവിടെ എടുക്കുന്നു 1.5, എൻ്റെ സെയിൽ വാല്യൂ എടുക്കുന്നു ഇവിടെ 1.2. ഒരു 30 ലക്ഷം ഡിസ്കൗണ്ട് പോയില്ലേ? ഒരു 30 ലക്ഷം ഡിസ്കൗണ്ട് പോയില്ലേ? ഈ 30 ലക്ഷം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ബയറിന് കൊടുത്ത ഒരു എന്താ പറയാ ഔദാര്യം പോലെയല്ലേ, ഞാൻ വില കുറച്ച് കൊടുത്തതല്ലേ. ഇൻകം ടാക്സ് എന്താ പറഞ്ഞത് അറിയാമോ? ഇങ്ങനെ വില കുറച്ച് വരുന്ന പരിപാടി വരികയാണെങ്കിൽ ഞങ്ങൾ അതിനെ തടസ്സമിടും. വില കുറച്ച് കൊടുക്കുകയാണെങ്കിൽ ഇഫ് there is discount ഞങ്ങളത് പ്രശ്നം ഉണ്ടാക്കും, ഞങ്ങളതിന് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യും. അപ്പൊ പ്രോബ്ലം എങ്ങനെ ക്രിയേറ്റ് ചെയ്യണേ? സേ ഞാനൊരു റിയൽ എസ്റ്റേറ്റുകാരൻ അല്ലെങ്കിൽ ബിൽഡർ കൺസ്ട്രക്ഷൻ കോൺട്രാക്ടർ, അങ്ങനെയൊക്കെ ആള്. ഞാനിങ്ങനെ വീടുകൾ പണിഞ്ഞ്, അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പണിഞ്ഞ് അത് സെയിൽ ചെയ്യുന്നു. എപ്പോഴെങ്കിലും എൻ്റെ സെയിൽ വാല്യൂ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിന്റെ താഴെ പോയാൽ, സെയിൽ വാല്യൂ സ്റ്റാമ്പ് ഡ്യൂട്ടിന്റെ വാല്യൂവിന്റെ താഴെ പോയാൽ അവിടെ പ്രോബ്ലം ഞങ്ങൾ ഉണ്ടാക്കും എന്നാണ് ഇൻകം ടാക്സ് പറഞ്ഞത്. അപ്പൊ എന്താണ് ഈ പ്രോബ്ലം? നമ്മുടെ കറണ്ട് എക്സാമ്പിൾ എടുക്കാം. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 1.5 CR, സെയിൽ വാല്യൂ 1.2 CR, ഡിസ്കൗണ്ട് 0.3 CR. ഇൻകം ടാക്സ് എന്താ പറയണത് അറിയോ? നിങ്ങളിപ്പോൾ നിങ്ങളുടെ P&L കാണിച്ചേക്കണത് ഇതാണ്. P&L വന്നേക്കണ 1.2 CR അല്ല. ഇൻകം ടാക്സ് പറയുന്നത് ഞങ്ങൾ ആ കാര്യത്തിൽ ഇത്ര ഹാപ്പി അല്ല. കാരണം നിങ്ങളുടെ P&L 1.2 CR ഉള്ളൂ. സ്റ്റാമ്പ് ഡ്യൂട്ടി പ്രകാരം ഇതായിരുന്നു നിങ്ങളുടെ വാല്യൂ വരേണ്ടിയിരുന്നത്. അതായത് നിങ്ങളുടെ P&L ഒരു 0.3 കോടി, അതായത് 30 ലക്ഷം P&L കുറഞ്ഞു കിടക്കുകയല്ലേ. P&L കുറഞ്ഞു കിടക്കാന്ന് പറയുന്നത് എന്താ പ്രശ്നം? നമ്മുടെ പ്രോഫിറ്റും അത്രയും 30 ലക്ഷത്തിന് കുറഞ്ഞു കിടക്കുകയല്ലേ. ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല. നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുത്തൊന്നും പറഞ്ഞ് വില കുറച്ച് വെറ്റി നിങ്ങളുടെ പ്രോഫിറ്റ് കുറയ്ക്കാൻ അംഗീകരിക്കില്ല. ഒരു കാര്യം ആലോചിക്കണം നിങ്ങൾ. ഒരു ബിസിനസ്സുകാരൻ കച്ചവടം ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ അവന്റെ ഇഷ്ടം. അവൻ ഡിസ്കൗണ്ട് കൊടുക്കും, ഡിസ്കൗണ്ടിൽ അല്ലാതെ കൊടുക്കും, ചിലപ്പോൾ വില കൂട്ടി കൊടുക്കും, എങ്ങനെ വേണം കൊടുക്കും. ഇൻകം ടാക്സ് പറയുന്നത് ഈ ഒരു ഒറ്റ സ്ഥാനത്തിന് ഡിസ്കൗണ്ട് കൊടുത്താലേ പ്രശ്നമുള്ളൂ. എന്താ? ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്ന പ്രശ്നമാണ്. അത് ഡിസ്കൗണ്ട് നോക്കണം എങ്ങനെയാ? മാർക്കറ്റ് വാല്യൂ നോക്കിയിട്ടല്ല, സെയിൽ വാല്യൂയും സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ നോക്കിയിട്ടാണ്. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിനെക്കാട്ടും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾ കൊടുത്താൽ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്ന പറയണേ. എന്തിന് പ്രശ്നം ഉണ്ടാക്കും? ഈ പറഞ്ഞ ഡിസ്കൗണ്ടർ പ്രശ്നം ഉണ്ടാക്കും, ഈ പറഞ്ഞ 30 ലക്ഷത്തിന് പ്രശ്നം ഉണ്ടാക്കും. എങ്ങനെ ഇൻകം ടാക്സ് പറഞ്ഞതെന്നറിയോ? സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂയും സെയിൽ വാല്യൂ എടുക്കുക, എന്നിട്ട് സെയിൽ വാല്യൂവിന് ഒരു റേഞ്ച് കൊടുക്കുക. ആ റേഞ്ച് എന്താ അറിയാമോ? സെയിൽ വാല്യൂവിന് എടുക്കുക, അതിന്റെ 110% ആക്കുക. സെയിൽ വാല്യൂവിന് 110% എത്ര? സെയിൽ വാല്യൂ 110, 1.2 കോടിയുടെ 110% എന്ന് പറഞ്ഞാൽ 1.32 കോടി. ഈ 1.2 തൊട്ട് 1.32 വരെയാണ് നിങ്ങളുടെ റേഞ്ച്. 1.2 തൊട്ട് 1.32 വരെയാണ് നിങ്ങളുടെ റേഞ്ച്. സോ 1.2 crores to 1.32 crores ആണ് നിങ്ങളുടെ റേഞ്ച്. ആ റേഞ്ചിലാണോ നിങ്ങളുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഇത് വരണേ എന്നുള്ളത് നോക്കുക. 1.2 to 1.32 എന്നുള്ള റേഞ്ചിൽ 1.5 വരുമോ? ഇല്ലല്ലോ. സോ റേഞ്ചസ് കളർ മാറിപ്പോയി.
സെയിൽ വാല്യൂ ടു 110% ഓഫ് സെയിൽ വാല്യൂ. ഈ റേഞ്ച് എടുക്കുക. ഈ റേഞ്ചിലാണോ നമ്മുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ നോക്കുക. റേഞ്ചിലാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എങ്കിൽ നമ്മുടെ സെയിൽ വാല്യൂ തന്നെ എടുത്താൽ മതി. ഇൻകം ടാക്സ് പ്രശ്നമാക്കില്ല. ഇൻകം ടാക്സ് പറയുന്നത് ആ സെയിൽ വാല്യൂന്റെ 110% കൂട്ടിയിട്ട് അതിന്റെ അകത്ത് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ കിടക്കുന്നുണ്ടെങ്കിൽ സെയിൽ വാല്യൂ എടുക്കുക, അതിന്റെ 110% ആക്കുക. സെയിൽ വാല്യൂ എടുക്കുക, അതിന്റെ 110% ആക്കുക. സെയിൽ വാല്യൂന്റെ 110%-നുള്ളിൽ നമ്മുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ, ഡിസ്കൗണ്ട് അല്ല, നമ്മുടെ ഒറിജിനൽ നമ്മുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി അതോറിറ്റീസ് എടുത്ത വാല്യൂ കിടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നോ പ്രോബ്ലം. ഇനി അല്ല, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ അതിന്റെ പുറത്താ കിടക്കണേ. അതിപ്പോ ഈ എക്സാമ്പിൾ കൂടെ കാണിച്ചു തരാം. പക്ഷെ എനിക്ക് പറഞ്ഞു കേൾക്കുക, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ അതിന്റെ പുറത്താണ് കിടക്കുന്നുണ്ടെങ്കിൽ വി ഹാവ് പ്രോബ്ലം. അപ്പോ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ റേഞ്ചിന്റെ അകത്താണെന്ന് ഇട്ടിരുന്നെങ്കിൽ ഞാൻ എന്താ എഴുതിയത്? സെയിൽ വാല്യൂ എന്ന് എഴുതിയത്. ഇനി സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ റേഞ്ചിന്റെ പുറത്താണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്ന് എഴുതിയത്. അപ്പോ ഒന്നും കൂടെ ഞാൻ സമ്മറി എഴുതാണ്. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഇൻ റേഞ്ച്, അങ്ങനെയെങ്കിൽ സെയിൽ വാല്യൂ തന്നെ നമ്മൾ എടുക്കും. അല്ലെങ്കിൽ സെയിൽ വാല്യൂ വിളിക്കുന്ന വില ഫുൾ കൺസിഡറേഷൻ തന്നെ എടുക്കും. ഇനി സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ നോട്ട് ഇൻ റേഞ്ച്, റേഞ്ചിലല്ലെങ്കിൽ എന്ത് പറ്റും? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കും. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ റേഞ്ചിലല്ല, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കും. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ റേഞ്ചിലാണ്, സെയിൽ വാല്യൂവിന് എടുക്കും. അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞത് എന്താന്ന് കാണിച്ചു തരാം. ഇതിപ്പോ ഇവിടെ റേഞ്ച് നോക്കിയേ, 1.2 to 1.32 ആണ് അല്ലെ? 1.2 to 1.32 ഉറപ്പാ. 1.5 അതിന് പുറത്തല്ലേ? 1.2 കോടി, 1.32 കോടി അതിന്റെയും പുറത്തല്ലേ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ? അപ്പൊ അങ്ങനെയെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ റേഞ്ചിന് പുറത്തല്ലേ? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ റേഞ്ചിന് പുറത്താണ്. ഈ പറഞ്ഞ കണക്കിനല്ലേ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ റേഞ്ചിന് പുറത്താണ്. അപ്പൊ നമ്മൾ എന്തെടുക്കണം? നമ്മുടെ വാല്യൂ ആയിട്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കണം. അപ്പൊ വാല്യൂ ഫോർ PGBP നമ്മൾ എടുക്കേണ്ട വാല്യൂ ഇസ് 1.5 crores. അപ്പൊ നമ്മുടെ സെയിലില് ഇപ്പൊ നിലവില് 1.2 കോടി കാണിച്ചേക്കണേ. അത് കാണിച്ചാൽ പോരാ, 1.5 കോടി കാണിക്കണം. അപ്പോ ആഡ് ബാക്ക് ഇന്ന് താഴത്തേക്ക് ഇറക്കട്ടെ. ആഡ് ബാക്ക് എന്നല്ല പറയാ, റവന്യൂ ഇൻക്രീസ് ചെയ്യുക. ഇവിടെ വാ, അപ്പൊ നമ്മുടെ വാല്യൂ ഫോർ PGBP 1.5 crores ആവണം. അപ്പോൾ വാല്യൂ ഫോർ PGBP 1.5 crore ആവണമെന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ട? ഇപ്പൊ നിലവിൽ PGBPയിൽ നമ്മൾ P&L ഇതെല്ലാം എടുത്തേക്കണേ. P&L 1.2 എടുത്തേക്കണേ അല്ലെ? 1.2 എടുത്തേക്കണേ. ആ 1.2നെ 1.5 ആക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഈ കാണുന്ന ഡിസ്കൗണ്ട് നമ്മള് ആഡ് ബാക്ക് പറയണം. ഈ കാണുന്ന ഡിസ്കൗണ്ട് നമ്മള് ആഡ് ബാക്ക് ചെയ്യണം. P&L ആഡ് ബാക്ക് എന്നല്ല, റവന്യൂ ഇൻക്രീസ് ചെയ്യണം. റവന്യൂ ഇൻക്രീസ്. അപ്പൊ P&L 1.2 കാണിച്ചാൽ പോരാ, 0.3 കൂടെ ആഡ് ചെയ്ത് 30 lakh കൂടെ ആഡ് ചെയ്ത് 1.5 crores ആയിട്ട് കാണിക്കണം. ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചാൽ ഇതേപോലെ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 1.5 കോടി. ഞാൻ വിറ്റത് പക്ഷെ 1.4 കോടിക്ക്. 1.4 കോടിക്കാണ് കൊടുത്തത്. ഡിസ്കൗണ്ട് എത്ര വന്നു? 0.1 crore. ഓക്കെ, ഡിസ്കൗണ്ട് 10 ലക്ഷം വന്നേ. ആദ്യം ചെയ്യേണ്ട എന്താ? 110% എടുക്കുക. 110%. എന്തിന്റെ 110%? ഇതിന്റെ 110%. അതിന്റെ 110% എന്ന് പറയുമ്പോൾ എത്രയായി? 1.4 പ്ലസ് 0.14 എന്ന് പറഞ്ഞാൽ 1.54. 1.54 കോടി. 1.54 കോടി. ഇപ്പൊ നോക്കിയേ, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ റേഞ്ചിലാണോ അല്ലയോ? അപ്പൊ നമ്മൾ ആദ്യം 110% എടുത്തു, പിന്നെ റേഞ്ച് ആക്കണം. ആദ്യം 110% എടുക്കുക. എന്നിട്ട് റേഞ്ചിലാണോ അല്ലയോ എന്നുള്ളത് നോക്കുക. റേഞ്ചിലാണോ അല്ലയോ നമുക്ക് നോക്കാം കേട്ടോ. 1.4 തൊട്ട് 1.54 അതിനുള്ളിലല്ലേ 1.5? ഇപ്പോ 1.4, 1.54 ഈ റേഞ്ച് എടുത്താൽ ഇവിടെ ആയിട്ട് വരില്ലേ 1.5? റേഞ്ചിലാണല്ലോ അല്ലെ? റേഞ്ചിലാണെങ്കിൽ എന്താ സംഗതി? റേഞ്ചിലാണെങ്കിൽ എന്താ പറയുന്നത്? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഇൻ റേഞ്ച്, ദെൻ സെയിൽ വാല്യൂ തന്നെ മതി. അപ്പൊ നമുക്ക് P&L എന്ത് കാണിക്കാം? വാല്യൂ ഫോർ PGBP എന്നും പറഞ്ഞ് വാല്യൂ ഫോർ PGBP സെയിൽ വാല്യൂ തന്നെ കാണിക്കാം. വാല്യൂ ഫോർ PGB സെയിൽ വാല്യൂ എത്ര? നമ്മുടെ 1.4 crores ആണ് നമ്മുടെ സെയിൽ വാല്യൂ. 1.4 crore തന്നെ കാണിക്കാം. റവന്യൂല് ഇനി ഇൻക്രീസ് വേണോ? വേണ്ട, കാരണം 1.4 അല്ലേ നമ്മൾ P&L കാണിച്ചേക്കണേ. വിറ്റേക്കണതല്ലേ സെയിൽ വാല്യൂ ആയിട്ട് P&L കാണിച്ചേക്കണേ. ഓൾറെഡി P&L ഉണ്ട്. ഇത് തന്നെ PGBക്കാര് എടുത്തോളൂ എന്നാ പറയണേ. ഇനി വേറൊരു എക്സാമ്പിൾ കാണിച്ചാൽ 1.5 കോടി, 1.3 കോടി. ഇപ്പൊ ഡിസ്കൗണ്ട് എത്ര കൊടുത്തു? ഈ 0.2 കോടി ഡിസ്കൗണ്ട് കൊടുത്തത്. 0.2 കോടി ഡിസ്കൗണ്ട് കൊടുത്തത് കേട്ടോ. ഇപ്പൊ ഡിസ്കൗണ്ട് ആഡ് ബാക്ക് ചെയ്യണോ, റവന്യൂല് ഇൻക്രീസ് ചെയ്യണോ വേണ്ടത് നമ്മൾ തീരുമാനിക്കാൻ പോവാം. ഇതിന്റെ 110%, 1.3ന്റെ 110%. 1.3ന്റെ 110% എന്ന് പറയുന്നത് 1.43 ആയി. 1.43 റേഞ്ച് നോക്കിയേ, 1.3 to 1.43. 1.3 to 1.43. ഇതിന്റെ ഉള്ളിൽ വരുമോ 1.5?
തീർച്ചയായിട്ടും വരില്ല. 1.5 1.43യുടെയും പുറത്തല്ലേ. 1.3 1.43യുടെയും പുറത്താണ്. പ്രശ്നമായി. റേഞ്ചിന് പുറത്തായി. എന്തെടുക്കും നമ്മൾ? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ തന്നെ എടുക്കണം. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ തന്നെ എടുക്കണം റേഞ്ചിന് പുറത്തായ അല്ലേ. അപ്പോൾ 1.5 എടുത്തു. 1.5 എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ 1.3 നമ്മൾ പി ആൻഡ് എൽ കാണിച്ചേക്കണേ. പി ആൻഡ് എൽ എന്തോരം ഇൻക്രീസ് വരുത്തണം? റവന്യൂ ഇൻക്രീസ് എത്ര വരുത്തണം? ഈ ഡിസ്കൗണ്ടിന്റെ എല്ലാം ഇൻക്രീസ് വരുത്തണ്ടേ? പോയി ചെറിയൊരു എറ. ഈ ഡിസ്കൗണ്ട് തന്നെ നമ്മൾ ഇൻക്രീസ് വരുത്തണം. 0.2 CR വരുത്തണം. ആ 0.2 CR ആണ് റവന്യൂവിൽ ഇൻക്രീസ് വരുത്തണം. കാരണം എന്താ? ഇപ്പൊ 1.3 ആണ് പി ആൻഡ് എല്ലിൽ കിടക്കണേ. നമ്മൾ ഇതും കൂടെ ആഡ് ചെയ്യണം. ഇതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായി? പി ആൻഡ് എല്ല് 1.3 + 0.2 എത്രയാ? അപ്പൊ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് 1.5 crore. കണ്ടോ? ഇനി കുറച്ചും കൂടെ എക്സാമ്പിൾസ് ഞാൻ കാണിച്ചാൽ ഒന്ന് ക്ലിയർ ആണേ. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 10 ലക്ഷം, സെയിൽ വാല്യൂ 8 ലക്ഷം. ഓക്കെ, ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 2 ലക്ഷം. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 12 ലക്ഷം, സെയിൽ വാല്യൂ 11 ലക്ഷം, ഡിസ്കൗണ്ട് 2 ലക്ഷം. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 10 ലക്ഷം, സെയിൽ വാല്യൂ 9.5 ലക്ഷം, ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 1.5 ലക്ഷം. സോറി, 1.5 ലക്ഷം അല്ല, 1.5 ലക്ഷം 50,000. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 12 ലക്ഷം, സെയിൽ വാല്യൂ 10 ലക്ഷം, ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 2 ലക്ഷം. ഇവിടെ ഡിസ്കൗണ്ട് 1 ലക്ഷം. 1 ലക്ഷം ഡിസ്കൗണ്ട്. നമുക്ക് ഓരോരോ കേസിൽ നോക്കാം കേട്ടോ എന്താ സംഭവിച്ചത്. ആദ്യം നമ്മൾ റേഞ്ച് എടുക്കാൻ പോകണം. എല്ലാവരും റേഞ്ച് എടുക്കുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂൻ്റെ 110% സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. 10ന്റെ 110% എന്ന് പറഞ്ഞാൽ 11 ലക്ഷം. 12ന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂൻ്റെ അല്ല, സെയിൽ വാല്യൂൻ്റെ. അയ്യോ, നമ്മൾ നേരത്തെ എന്താ എഴുതിയത്? സെയിൽ വാല്യൂൻ്റെ അല്ല ഇത്. സെയിൽ വാല്യൂൻ്റെ എഴുതി. 110% ഓഫ് സെയിൽ വാല്യൂ. ഇനി അവസരം ഒരെണ്ണം കൂടെ കൊടുക്കണം. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 8 ലക്ഷം, സെയിൽ വാല്യൂ 10 ലക്ഷം. അപ്പോൾ സെയിൽ വാല്യൂൻ്റെ 110%. അപ്പോൾ 8ന്റെ 110% എന്ന് പറഞ്ഞാൽ 8.8 ലക്ഷം. 11ന്റെ 110% എന്ന് പറഞ്ഞാൽ 1,10,000. 12,10,000. പിന്നെ 9.5യുടെ 110% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10.45 ലക്ഷം. 10 ലക്ഷത്തിന്റെ 110% എന്ന് പറഞ്ഞാൽ 11 ലക്ഷം. ഇവിടെ ഡിസ്കൗണ്ട് ഉണ്ടോ? ഡിസ്കൗണ്ട് ഇല്ല. അപ്പൊ നോക്കണ്ട. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂനെക്കാളും മുകളിലാണ് സെയിൽ വാല്യൂ വരുന്നുണ്ടെങ്കിൽ ഇത് നോക്കുക വേണ്ട കേട്ടോ. സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ താഴെ പോയാൽ മാത്രം മതി. ഓക്കെ, 110% എടുത്തു. ഇനി എന്താ നോക്കേണ്ടത് നമ്മള്? റേഞ്ചിലാണോ അല്ലയോ? അപ്പൊ 8 തൊട്ട് 8.8 ഇതാണ് റേഞ്ച്. അതിലാണോ 10 ലക്ഷം കിടക്കണേ? അല്ല. 11 തൊട്ട് 12.1 അതിലാണോ കിടക്കണേ? അതെ. 9 തൊട്ട് 10.45 അതിലാണോ? റേഞ്ചിലാണ്. 10 തൊട്ട് 11 റേഞ്ചിലാണോ? അല്ല. അപ്പൊ ആദ്യത്തെയും 4ാമത്തെയും കേസിൽ റേഞ്ചിലല്ല. അപ്പോൾ എന്താണ് PGBPക്ക് എടുക്കേണ്ട വാല്യൂ? PGBPക്ക് എടുക്കേണ്ട വാല്യൂ റേഞ്ചിലല്ലെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി തന്നെ എടുക്കണം. 10 ലക്ഷം. ഇവിടെ റേഞ്ചിലാണ്, അപ്പൊ സെയിൽ വാല്യൂ തന്നെ മതി. ഇവിടെ റേഞ്ചിലാണ്, അപ്പൊ സെയിൽ വാല്യൂ തന്നെ മതി. ഇവിടെ റേഞ്ചിലല്ല, അപ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ തന്നെ വേണം. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ തന്നെ വേണ്ടേ? ഇനി സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ പി ആൻഡ് എല്ലിൽ കാണിച്ചേക്കുന്നത് ഈ സെയിൽ വാല്യൂ ആണ്. പി ആൻഡ് എൽ ഇപ്പോൾ കാണിച്ചേക്കുന്നത് ഈ സെയിൽ വാല്യൂ ആണ് പി ആൻഡ് എല്ലിൽ കാണിച്ചേക്കുന്നത്. ഓക്കെ, സെയിൽ വാല്യൂനെക്കാളും മുകളിലേക്കുള്ള ഒരു വാല്യൂലേക്ക് പോകണ്ടേ? ഇവിടെ 8 പോരാ 10 വേണമെന്നല്ലേ പറഞ്ഞേ. ഇവിടെ 11 തന്നെ മതി. ഇവിടെ 9 തന്നെ മതി. ഇവിടെ 10 പോരാ 12 വേണമെന്നല്ലേ പറഞ്ഞേ. അപ്പൊ 10 ആണ് ഇവിടെ കാണിച്ചേക്കണേ, ഇവിടെ 8 ആണ് കാണിച്ചേക്കണേ. അപ്പൊ കാണിച്ചേക്കണേനെക്കാട്ടിൽ നിന്നൊരു വർധനവ് വേണം. വർധനവ് എത്ര വേണ്ടേ? റവന്യൂ ഇൻക്രീസ് എത്ര വേണ്ടേ? ഈ കൊടുത്തതിന്റെ ഡിസ്കൗണ്ട്, ആ ഡിസ്കൗണ്ട് എടുത്ത് ആഡ് ചെയ്യുക. ഇവിടെ ഡിസ്കൗണ്ട് എത്ര? 2. ഇത് പി ആൻഡ് എല്ലിൽ ആഡ് ചെയ്യുക, PGBPയിൽ ആഡ് ചെയ്യുക. റവന്യൂ PGBP ഇൻക്രീസ് ആഡ് ചെയ്യുക. അത്രേ ഉള്ളൂ സംഗതി. ഓക്കെ, അത്രേ ഉള്ളൂ സംഗതി. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാണ്. ഇതൊരു പി ആൻഡ് എൽ ആണെന്ന് നോക്കിയാട്ടോ. എൻ്റെ സെയിൽസ് 10 ലക്ഷം, എൻ്റെ എക്സ്പെൻസസ് 6 ലക്ഷം, എൻ്റെ പ്രോഫിറ്റ് 4 ലക്ഷം. അങ്ങനെ 10 ലക്ഷം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് കണ്ടിച്ചാൽ സെയിൽസ് 10 ആയിരുന്നില്ല, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 12 ആയിരുന്നു, 12 വരണമായിരുന്നു. നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയുമോ? പി ആൻഡ് എല്ലിങ്ങനെ ആഡ് ചെയ്യണ്ടേ? അപ്പൊ പി ആൻഡ് എല്ലിൽ കൊണ്ടുവന്ന് ഇവിടെ വന്ന് എക്സ്ട്രാ ആഡ് ഒന്നും അല്ല നമ്മൾ ചെയ്യുക. നമ്മൾ എന്താ ചെയ്യുക? ഈ പ്രോഫിറ്റ് അങ്ങനെ എടുക്കും. പ്രോഫിറ്റ് 4 ലക്ഷം എടുക്കും. സെയിൽസിൽ എത്ര ആഡ് ചെയ്യണമായിരുന്നു? സെയിൽസ് എത്ര ആഡ് ചെയ്യണ്ടേ? 2 ലക്ഷം ആഡ് ചെയ്യേണ്ടിയിരുന്നത്. സെയിൽസ് 2 ലക്ഷം. അപ്പൊ PGBP 2 ലക്ഷം വെച്ച് കയറണമായിരുന്നു. പ്രോഫിറ്റല്ലേ PGBP. അതിന്റെ കൂടെ 43CA എന്നും പറഞ്ഞിട്ട് 2 ലക്ഷം ആഡ് ചെയ്യും. പ്രോഫിറ്റ് 6 ലക്ഷം ആക്കും. പ്രോഫിറ്റ് 6 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 12 ആയിരുന്നെങ്കിൽ ഇവിടെ 12 വരും. ഇവിടെ 12 ടോട്ടൽ. ഇവിടെ പ്രോഫിറ്റ് 6 ആവൂലായിരുന്നോ? അത്രയുള്ളൂ സംഗതി. അതാണ് 43CA. ക്ലിയർ? സിമ്പിൾ പരിപാടി അല്ലേ? ദാറ്റ്സ് ഓൾ. 43CA കഴിഞ്ഞു. ഇനി 43CB, 43D, 43A, 43AA. ഇപ്പൊ ഈ 43CBയിൽ എന്താ പറയുന്നത്? അവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ
ചില പെർട്ടിക്കുലർ അസസീസ് ഉണ്ടാവും, അവർ കോൺട്രാക്ച്വൽ ആയിട്ടാണ് സർവീസ് കൊടുക്കുന്നത്. അതായത് അവർക്ക് വരുമാനം വരുന്ന ഒരു കോൺട്രാക്ടിന്റെ ഭാഗം, കോൺട്രാക്റ്റിൽ കുറെ കണ്ടീഷൻസ് പറയും, ആ കണ്ടീഷൻസ് പ്രകാരം കാര്യങ്ങൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അതിന് പേയ്മെന്റ് കിട്ടും. ചിലപ്പോൾ ഇത്ര ദിവസം കഴിയുമ്പോൾ ഇത്ര പേയ്മെന്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഒരു വീട് പണിയാൻ കൊടുക്കുമ്പോൾ 3 മാസത്തിൽ ഇത്ര പേയ്മെന്റ് വേണം. അപ്പോൾ നമ്മൾ ടൈലും മറ്റേ സിമെന്റ് ഇട്ടേക്കാം, അല്ലെങ്കിൽ ഫ്ലോറിംഗ് ചെയ്തേക്കാം. അത് വേണ്ട അടുത്ത 3 മാസം കഴിയുമ്പോൾ പെയിന്റിങ്ങിനുള്ള കാശ് ഇടണം. അത് കഴിഞ്ഞുള്ള 3 മാസങ്ങളിൽ വാട്ടർ വർക്കിനുള്ള കാശ് ഇടണം. അത് കഴിഞ്ഞുള്ള 3 മാസം റൂഫിനുള്ള കാശ് ഇടണം. ഇങ്ങനെ പറയില്ലേ നമ്മൾ, ഒരു ടൈം ബേസ്ഡ് പേയ്മെന്റ്. അപ്പോൾ ഈ ടൈം ബേസ്ഡ് പേയ്മെന്റ് പറയുമ്പോൾ എങ്ങനെയാണ് ഈ ഇൻകത്തിനെ നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ടത്, ഏത് വിധത്തിലാണ് നമ്മൾ ഇൻകത്തിന് നമ്മൾ നമ്മുടെ P&L കൊണ്ടുവരേണ്ടത്? അപ്പൊ ഞാനൊരു ബിസിനസ്സുകാരനാണ്, കോൺട്രാക്ച്വൽ സർവീസാണ് കൊടുക്കുന്നത്. ആ കോൺട്രാക്ച്വൽ സർവീസ് ഇപ്പൊ അഥവാ കൺസ്ട്രക്ഷൻ ആവുമ്പോൾ വേറെ വല്ല സർവീസാണ്. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിനെ അക്കൗണ്ട് ചെയ്യേണ്ടത്? പിന്നെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് ആണെങ്കിൽ എപ്പോഴും ഓർക്കേണ്ടത് ICDS 3 പ്രകാരമായിരിക്കും നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത്. ICDS 3 എന്താ പറയുന്നത്? അവിടെ പറയുന്നത് പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ് എന്ന് പറയുന്ന രീതിയിലാണ് കണക്കാക്കേണ്ടത്. വൺ തിങ് നിങ്ങൾ അറിയേണ്ടത്, ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റുഡന്റ് ആണെങ്കിൽ ഇതിന് യാതൊരു വിധത്തിൽ ഇമ്പോർട്ടൻസ് ഇല്ല നമ്മുടെ എക്സാമിനേഷന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ. സോ യു ക്യാൻ ജസ്റ്റ് എന്താ പറയാ, ഇഗ്നോർ ഇറ്റ്. ഫൈനലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ICDS 3 കൂടെ നോക്കിയിട്ട് ഇത് നോക്കുമ്പോൾ ശരിക്കും നമുക്ക് ഐഡിയ കിട്ടും. ഇനി നിങ്ങളൊരു കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് അല്ല, വേറെ വല്ല കോൺട്രാക്ട് ആണെങ്കിൽ, ഇപ്പോൾ കോൺട്രാക്ട് ഫോർ സർവീസ് ആണെങ്കിൽ, സർവീസിന്റെ രീതിയിലാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? വേറെ ഏതെങ്കിലും സർവീസ് ആണെങ്കിൽ അവിടെ ആദ്യം നോക്കേണ്ടത് കോൺട്രാക്ട് ഫോർ പ്രൊവൈഡിങ് സർവീസ് വിത്തിൻ എ ഡ്യൂറേഷൻ ഓഫ് 90 days. 90 ദിവസത്തിനുള്ളിൽ തീരുന്ന സർവീസ് ആണെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ തീരുന്ന സർവീസ് ആണെങ്കിൽ എങ്ങനെ നമ്മുടെ വരുമാനം നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ടത്? പ്രോജക്ട് കംപ്ലീഷൻ മെത്തേഡ്. അപ്പോൾ പ്രോജക്ട് കംപ്ലീറ്റ് ആവുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ ഇൻകം അക്കൗണ്ട് ചെയ്ത് പോവാം. പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യുക, ഇൻകം കാണിക്കുക, പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യുക, ഇൻകം അക്കൗണ്ട് ചെയ്ത് കാണിക്കുക. അപ്പോൾ സിമ്പിൾ പരിപാടിയാണ്. പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യുന്നു, ഇൻകം കാണിക്കുന്നു, പെർസെന്റേജ് കംപ്ലീഷൻ അതൊന്നും നോക്കണ്ട. ഇനി ചില പ്രത്യേക തരം കോൺട്രാക്ട് ഉണ്ട്, വേറെ കുറെ ഇൻഡിറ്റർമിനേറ്റ് നമ്പർ ഓഫ് ആക്ട്സ്. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടി വരിക എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരിക. അപ്പൊ നമുക്ക് ആദ്യമേ പറയാൻ പറ്റില്ല ഇത്ര കാര്യങ്ങളാണ് ചെയ്ത് തീർക്കേണ്ടത്. പണി വരണനുസരിച്ച് ശരിയും തീരുമാനിക്കണം. ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിൾ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, റണ്ണിങ് കുറെ നാളായിട്ട് വെറുതെ കിടന്നൊരു വണ്ടി ഒരു സർവീസ് സെന്റർ കൊണ്ടുപോകാം, അനങ്ങണില്ല, സ്റ്റാർട്ട് ആവണില്ല, എന്താ ചെയ്യേണ്ടത് മനസ്സിലാവണില്ല, എന്താണ് എങ്ങനെ റണ്ണ് കയറിക്കണം, എഞ്ചിന്റെ കംപ്ലൈന്റ് ആണോ, ബാറ്ററിയുടെ കംപ്ലൈന്റ് ആണോ, ഇലക്ട്രിക്കൽ കംപ്ലൈന്റ് ആണോ, വേറെ വല്ല മെക്കാനിക്കൽ ഇഷ്യൂ ആണോ, ഒന്നും അറിയില്ല. അപ്പോൾ വർക്ക്ഷോപ്പുകാരന് ഓരോന്ന് ചെക്ക് ചെയ്ത് പോകാനല്ലേ പറ്റുള്ളൂ. അവർക്ക് പറയാൻ പറ്റില്ല ഇന്ന കാര്യം ചെയ്താൽ വണ്ടി റെഡിയാവും, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ വണ്ടി ഓടുന്നു പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറഞ്ഞാൽ തീരുമാനിക്കാൻ പറ്റാത്തത്രയും. നമുക്കൊരു ഫൈനൽ ഫിഗർ ഇടാൻ പറ്റില്ല, ഈ 5 കാര്യങ്ങൾ ചെയ്താൽ ശരിയാവും എന്ന് പറയാൻ പറ്റില്ല. വണ്ടിയുടെ ഓണറോട് ഇപ്പൊ ഞാനൊരു വർക്ക്ഷോപ്പുകാരനായി പറയും, സാറേ ഞാൻ നോക്കട്ടെ, പല കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുള്ളത്, ചെക്ക് ചെയ്തിട്ട് ഓരോന്നേ നോക്കിയിട്ട് പറയാന്ന് പറയാണ്. അപ്പൊ അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ, കോൺട്രാക്ട് ഫോർ പ്രൊവൈഡിങ് സർവീസസ് ഇൻവോൾവിംഗ് ഇൻഡിറ്റർമിനേറ്റ് നമ്പർ ഓഫ് ആക്ട്സ് ഓവർ എ സ്പെസിഫൈഡ് പീരിയഡ് ഓഫ് ടൈം. സാറേ അടുത്തൊരു 3 മാസത്തിലെ വണ്ടി തരാം, അല്ലെങ്കിൽ അടുത്തൊരു 4 മാസത്തിലെ വണ്ടി തരാം, പക്ഷെ കുറെ കാര്യങ്ങൾ എനിക്ക് ചെക്ക് ചെയ്യാനുണ്ടായില്ല. അപ്പൊ എന്തൊക്കെയാ ചെക്ക് ചെയ്യാനുള്ളത് എനിക്ക് അറിയില്ല. അപ്പൊ ഓരോ കാര്യം ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ കാശ് മേടിക്കണം. അപ്പൊ പുതിയ ബാറ്ററി മേടിക്കണം, അതിന്റെ കാശ് മേടിക്കും, അല്ലെങ്കിൽ മറ്റേ ഇലക്ട്രിക്കൽ സാധനങ്ങൾ മേടിക്കണം, അതിന്റെ കാശ് മേടിക്കണം. പല രീതിയിൽ ഞാൻ റവന്യൂ മേടിച്ചായിരിക്കും പോണത്. അപ്പൊ അതിന്റെ എങ്ങനെ ചെയ്യുക? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. അത് മൊത്തം മേടിച്ച റവന്യൂവിനെ എത്ര പീരീഡാണ് അതിന്റെ മുകളിൽ അങ്ങോട്ട് ഈക്വലി സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ മൊത്തം ആളുടെ മേടിച്ചൊരു 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം മേടിച്ച 4 മാസത്തേക്ക് കേട്ടോ. അപ്പോൾ ഓരോ മാസം 2 ലക്ഷം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇതിപ്പോ അത്ര ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്ര ഇമ്പോർട്ടന്റ് അല്ല ഈ സെക്ഷൻ. ഈവൻ ഫോർ ഫൈനലിലെ കേസ് ആണെങ്കിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല ഇത്, പക്ഷെ ഇത് അറിഞ്ഞിരിക്കണം, വളരെ നല്ലതാണ്. ICDS 3 കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ഇനി അടുത്തത് 43D, ഇൻട്രസ്റ്റ് ഇൻകം ഫ്രം നോൺ പെർഫോമിംഗ് അസറ്റ്സ്. അതായത് ഈ ബാങ്കുകളൊക്കെ ലോണൊക്കെ കൊടുത്തിട്ട് അതിൽ നിന്ന് കാശ് കിട്ടാതെ ഒരവസ്ഥ വരുമ്പോഴാണ് ഈ നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അത് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ബാഡ് ഡെറ്റ് എന്ന് പറയാം. ബാഡ് ഡെറ്റ്, കാശ് കിട്ടാതെ വരുന്ന അവസ്ഥയാണ് നമ്മൾ ഈ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. കാരണം ബാങ്കിനെ സംബന്ധിച്ച് അവരുടെ അസറ്റാണ് അവർ കൊടുത്തേക്കുന്ന ലോൺ. കാരണം അതിൽ നിന്ന് ഇനി തുടരെ ഇൻട്രസ്റ്റ് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. പിന്നെ ഒരു കേസ് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് കിട്ടാക്കടമായി, ബാഡ് ഡെറ്റ് ആയി, ഇനി ഇത് വരികയില്ല, നമ്മുടെ വരുമാനത്തിലേക്ക് വരികയില്ല എന്ന് പറഞ്ഞ് നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തു. പക്ഷെ ക്ലാസിഫൈ ചെയ്ത സാധനത്തിൽ നിന്ന് നമുക്ക് ഇപ്പോൾ പലിശ കിട്ടി തുടങ്ങി, എന്ത് ചെയ്യണം? സംശയമില്ല, എനിക്ക് കാണിക്കണം. അപ്പൊ എനിക്ക് മിസ്റ്റർ ജോണിന് കൊടുത്ത ലോൺ ഒരു 10 കോടി കൊടുത്തു. അതിന് ഈ ലോണായി ഇനി തിരിച്ച് കിട്ടാനൊന്നും പോകണമെന്നില്ല, ഇൻട്രസ്റ്റ് കിട്ടാൻ പോകണില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ നോൺ പെർഫോമിംഗ് അസറ്റ് ആക്കി, ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആക്കി, പ്രശ്നമായി എന്ന് പറഞ്ഞ് കാണിച്ചു, എഴുതി തള്ളി അതിനെ. പക്ഷെ ഇപ്പൊ അതിന് ഇൻട്രസ്റ്റ് കിട്ടി, എന്ത് ചെയ്യുവനെ? ഒന്നുമില്ല, കിട്ടിയ ഇൻട്രസ്റ്റ് എനിക്കായിട്ട് കാണിക്കുക. എപ്പോഴാണ് കാണിക്കുക? ഒന്നില്ലെങ്കിൽ കിട്ടിയ കൊല്ലം, അല്ലെങ്കിൽ ഞാൻ എന്റെ P&L ക്രെഡിറ്റ് ചെയ്യുന്ന ദിവസം, വിച്ച് എവർ ഇസ് ഏർലിയർ എന്നാണോ കിട്ടുന്നത്, അല്ലെങ്കിൽ എന്റെ P&L എന്നാണോ ഞാൻ ക്രെഡിറ്റ് ചെയ്യുന്നത്, വിച്ച് എവർ ഇസ് ഏർലിയർ എനിക്കായി കാണിക്കുക. പ്രത്യേകിച്ച് വലിയ കഥയൊന്നും നമ്മളില്ല. കിട്ടില്ല എന്ന് പറഞ്ഞ പലിശയാണ്, പക്ഷെ കിട്ടുമ്പോൾ എനിക്കായിട്ട് കാണിക്കുക. പക്ഷെ എപ്പോൾ കാണിക്കാം? ഒന്നെങ്കിൽ ഇത് കിട്ടുന്ന ദിവസം, ഇയർ ഓഫ് റെസീറ്റ്, ഡേറ്റ് ഓഫ് റെസീറ്റ്, അല്ലെങ്കിൽ എന്നാണ് ഞാൻ P&L ക്രെഡിറ്റ് ചെയ്യുന്നത് അന്ന്. ഓക്കെ, വിച്ച് എവർ ഇസ് ഏർലിയർ. ഇനി നെക്സ്റ്റ്, അസറ്റ് അക്വയർഡ് ഇൻ ഫോറിൻ കൺട്രി, അസറ്റ് അക്വയർഡ് ഫ്രം ഫോറിൻ കൺട്രീസ്. ഞാൻ USA ഒരു അസറ്റ് മേടിച്ചു. $100 അസറ്റ് മേടിക്കുന്നത്.
$100. $100 അസറ്റ് മേടിച്ചത്. ഡോളർ ഒന്നിന് 100 രൂപ, ഡോളർ ഒന്നിന് 100 രൂപ, 100 രൂപ പെർ ഡോളർ. അപ്പം ഞാൻ എത്ര രൂപ കൊടുത്തു ഇതിന്? 10,000 രൂപ കൊടുത്തു. 10,000 രൂപയുടെ അസറ്റ് ഞാൻ മേടിക്കണം അല്ലേ? ഇത് മേടിച്ചത് ഞാൻ ജനുവരി 1. പിന്നെ പേയ്മെന്റ് ഞാൻ കൊടുത്തില്ല. ബാങ്ക് ഒരു ഫോർവേഡ് കോൺട്രാക്ട് എടുത്തിട്ടുള്ളൂ. പേയ്മെന്റ് ഞാൻ ഫെബ്രുവരി 1 തരാമെന്ന് പറഞ്ഞു. ഫെബ്രുവരി 1 ഞാൻ പേയ്മെന്റ് കൊടുക്കാൻ പോകുമ്പോഴാണ് കാണുന്നത് $100 100 രൂപ വെച്ചല്ല, 102 രൂപ വെച്ചായി. 102 രൂപ വെച്ചായി. അപ്പം എക്സ്ട്രാ കൊടുക്കുന്നത് എത്രയാ? ഒരു 200 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി. പക്ഷെ ഞാൻ ബുക്സിൽ ഇതാണ് അക്കൗണ്ട് ചെയ്തത്. ഇതാണ് ഞാൻ അക്കൗണ്ട് ചെയ്തത്. 10,000 എന്ന് പറഞ്ഞ ബുക്കിൽ അക്കൗണ്ട് ചെയ്തത്. പക്ഷെ കാശ് കൊടുത്തപ്പോൾ അസറ്റിന്റെ വാല്യൂ എത്ര? 200 രൂപ കൂടിയില്ലേ? ഇൻകം ടാക്സ് എന്താ പറഞ്ഞത് അറിയാമോ? ഈ ഡിഫറൻസിൽ ഇതിന്റെ രണ്ടിനും 200 രൂപ. ഇത് അസറ്റിന്റെ വാല്യൂ കൊണ്ട് ആഡ് ചെയ്യും. അസറ്റ് വാല്യൂവിൽ ആഡ് ചെയ്യൂ. പ്രോബ്ലം സോൾവ്. എത്ര ഡിഫറൻസ് അസറ്റ് വാല്യൂവിൽ ആഡ് ചെയ്തോ? അതാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, ഇഫ് എനി അസറ്റ് ഇസ് അക്വയർഡ് ഇൻ ഫോറിൻ കൺട്രി ഫ്രം എ ഫോറിൻ കൺട്രി ത്രൂ എ ലോൺ ഇൻ ഫോറിൻ കറൻസി ഓർ ഫോറിൻ സപ്ലയേഴ്സ് ക്രെഡിറ്റ്, അതായത് അന്ന് തന്നെ കാശ് കൊടുക്കില്ല, പിന്നീടാണ് കാശ് കൊടുക്കണേ. Any loss or gain arising at the time of payment shall be adjusted with the block value of the asset. ഇനി തിരിച്ചു പോകട്ടോ. ഇനി ഞാൻ ഫെബ്രുവരി 1 പോകുമ്പോൾ $100 ഞാൻ കൊടുക്കണം എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഡോളർ ഒന്നിന് 96 രൂപ പെർ ഡോളർ. അപ്പൊ എത്ര ഞാൻ കൊടുക്കണേ? 9,600 കൊടുക്കുള്ളൂ. അപ്പോ എനിക്ക് ലാഭമല്ല 400 രൂപ. എനിക്ക് ലാഭമല്ല 400 രൂപ. അത് ഗെയിൻ, ഇത് ലോസ്. ഇത് ലോസായി. എനിക്ക് കൂടുതൽ കൊടുക്കേണ്ടിരുന്നു. ഇവിടെ എനിക്ക് കുറച്ച് കൊടുത്താൽ മതിയായി. കുറച്ച് കൊടുത്താൽ അത് ബ്ലോക്കിൽ കുറയ്ക്കണം. നമ്മുടെ വാല്യൂ എത്രയും കുറയണം. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് മെയ്ഡ് ഓൺലി ടൈം ഓഫ് ആക്ച്വൽ പേയ്മെന്റ് കൊടുക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഗെയിൻ ആണെങ്കിൽ റെഡ്യൂസ് ചെയ്യുക, ലോസ് ആണെങ്കിൽ ആഡ് ചെയ്യുക. പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഹെഡ്ജിംഗ് കോൺട്രാക്ട് ഫോർ മീറ്റിംഗ് ഔട്ട് ദ ലോസ് ഇൻ ഫോറക്സ് പേയ്മെന്റ് ടുവേർഡ്സ് അസറ്റ് അക്വയർഡ് ഷാൽ ഓൾസോ ബി അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ്ലി. അതായത് എന്തെങ്കിലും ഹെഡ്ജിംഗ് കോൺട്രാക്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇനി ഇത് ഇപ്പം ഞാൻ ഭാവിയിൽ $100 പേ ചെയ്യുമ്പോൾ അതിന് എനിക്ക് വല്ല നഷ്ടം വരികയാണെങ്കിൽ ആ നഷ്ടം നികത്താനായിട്ട് ഞാൻ വല്ല കോൺട്രാക്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലും വല്ല നഷ്ടമോ ലാഭം വരികയാണെങ്കിൽ അതും അഡ്ജസ്റ്റ് ചെയ്യണം. നഷ്ടം വരാതിരിക്കും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിലേ ആ ഇൻഷുറൻസിന് തന്നെ നഷ്ടമോ ലാഭം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അത്രേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിനും ഒരുപാട് ബോധർ ചെയ്യേണ്ട. ഇത്ര ഓർത്തത് സിമ്പിൾ ആയിട്ടുള്ള കേസരിയും ക്വസ്റ്റ്യൻ പറഞ്ഞേ. $100 മേടിച്ചു, അന്ന് 100 ആയിരുന്നു. ബുക്കിൽ 10,000 രൂപയ്ക്ക് അക്കൗണ്ട് ചെയ്തു. 5 മാസം കഴിഞ്ഞപ്പോൾ ചെയ്തപ്പോൾ ഡോളറിന്റെ വില 102 ആയി. വില കൂടി. അപ്പൊ എന്ത് ചെയ്യണം? ബുക്കിലുള്ള അസറ്റിന്റെ വില കൂട്ടണം. അത്ര ഉള്ളൂ സംഗതി. ഇനി വില കുറഞ്ഞാൽ അസറ്റിന്റെ വിലയും കുറയ്ക്കണം. ലാസ്റ്റ് വൺ Any gain or loss arising on account of any change in foreign exchange rate shall be treated as income or loss and it shall be computed as per ICSL ICDS and it includes foreign currency transactions related to. അതായത് ഞാൻ എന്തെങ്കിലും ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഫോറക്സ് പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പർച്ചേസോ സെയിലോ എന്തെങ്കിലും ആവട്ടെ, ഞാൻ ഫോറിൻ കറൻസി പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ ആ ഫോറിൻ കറൻസി പരിപാടി നടത്തുമ്പോൾ എനിക്കതിൽ എന്തെങ്കിലും ലാഭമോ നഷ്ടമോ എന്തെങ്കിലും വരണോ, എന്തെങ്കിലും കാര്യം വരണോ, അങ്ങനെ ലാഭമോ നഷ്ടമോ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ P&L കൊണ്ടുവരണം. അതാണ് ഇവിടെ പറയുന്നത്. Any change in forex fluctuation should be brought to our PGBP. അതെങ്ങനെ കൊണ്ടുവരണം? ICDS പ്രകാരം കൊണ്ടുവരണം. ഉദാഹരണത്തിന് ICDS 6 ഫോറിൻ എക്സ്ചേഞ്ച് ഫ്ലക്ച്വേഷനെ കുറിച്ചൊക്കെ സംസാരിക്കണം. പല നമുക്ക് ICDS ഉണ്ട്, എങ്ങനെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അതിലെ ICDS 6 പ്രകാരമാണ് നോക്കേണ്ടത്. അഗൈൻ ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസ് ഈ ICDSനെ പറ്റുന്ന ഒരു വേവലാതി പഠനം നിങ്ങൾക്ക് അതങ്ങനെ നോക്കേണ്ട ആവശ്യമുള്ള കാര്യമില്ല. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡിസലവൻസുകൾ. നമ്മളപ്പോൾ എൻറ്റയർ സെറ്റ് നോക്കി. ഒരു സാധനം ഒഴികെ ഏതാണ് നോക്കാണ്ടിരുന്ന സാധനം? 40B ആണ് നോക്കാതിരുന്നത്. ഇവിടെ ഒരു കാര്യം ചെയ്യാം, നമുക്കത് ഇപ്പോൾ നോക്കിക്കളയാം. പിന്നെ വേറൊരു വീഡിയോ നടണ്ട, ഈ വീഡിയോ തന്നെ നോക്കി തീർക്കാതെ. ഓക്കെ, 40B ഡിസലവൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഫേംസ്. ഡിസലവൻസ് ഫോർ പാർട്ണർഷിപ്പ് ഫേംസ്. 40Bയിൽ കഴിഞ്ഞൊരു നല്ലൊരു ചേഞ്ച് വന്നു. അതിന്റെ ലിമിറ്റിൽ നല്ലൊരു ചേഞ്ച് വന്നു. അപ്പോൾ ആ ചേഞ്ചോടുകൂടെ അമെന്റ്മെന്റോടുകൂടെയുള്ള ലെസനാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഫോർ എക്സാംസ് ഫ്രം 25-26 വർഷം 2025 തൊട്ടുള്ള മുമ്പിലേക്കുള്ള എക്സാംസിന് എല്ലാത്തിനും ചേഞ്ചിന് ശേഷമാണ് വന്നേക്കുന്നത്. ചേഞ്ചിന് ശേഷമുള്ളതാണ് ആപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ അത് സൂക്ഷിച്ച് പഠിക്കുക. ഈ ചേഞ്ചോടുകൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പ് പഴയ രീതി പഠിച്ചിട്ടുണ്ടാവും, അത് മായ്ച്ചു കളയാൻ മൈൻഡ് ചെയ്യുന്ന പുതിയ രീതി പഠിക്കുക. അപ്പം എന്താ 40Bയിൽ പറയുന്നത്? 40Bയിൽ പറയുന്നത് ഇസ് ഡിസലവൻസ് ഫോർ പാർട്ണർഷിപ്പ് ഫേംസ്. പാർട്ട്ണർഷിപ്പ് ഫേംസ് അവരുടെ പാർട്ട്നേഴ്സിന് ചില പേയ്മെന്റ് കൊടുക്കുമ്പോൾ അതിൽ വരുന്ന ഡിസലവൻസാ പറയുന്നത്. ഒരു ഫേം അവരുടെ പാർട്ട്ണറിന് കൊടുക്കുന്ന ഒരു പേയ്മെന്റിന് വരുന്ന ഡിസലവൻസ് ആണ്. എന്തൊക്കെ പാർട്ട്ണർ പേയ്മെന്റ് ഇവിടെ വരുന്നത്? 2 പാർട്ട്ണർ പേയ്മെന്റ് ഇവിടെ വരുന്നത്, 2 എണ്ണം. സാലറി ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബോറോഡ്. ഈ 2 കേസിനാണ് ഇവിടെ പ്രശ്നം വരുന്നത്. എന്റെ മെയിൻ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തിനാണ്, വൈ ഡു വി നീഡ് ദിസ് ഡിസലവൻസ്? ഒരു എക്സൽ ഫയൽ എടുത്ത് ഞാൻ ഇന്ന് പറഞ്ഞു കേട്ടോ, കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എക്സൽ ഫയൽ ആണെങ്കിൽ. എന്റെ ഫേമിന്റെ പ്രോഫിറ്റ്
സേ 30 ലക്ഷം രൂപ. ഓക്കെ, ഇതിൽ ഞാൻ ടാക്സ് അടയ്ക്കണം. ടാക്സ് അടയ്ക്കണം എത്രയാ? 30% ടാക്സ് അടയ്ക്കണം. ബാലൻസ് എത്രയുണ്ട്? ബാലൻസ് 30-ൽ നിന്നും 90 കുറച്ചാൽ 21 ലക്ഷം ഉണ്ട്. ഈ ബാലൻസ് പ്രോഫിറ്റ് സേ ഞങ്ങൾ 3 പാർട്ട്നേഴ്സാണ്, എ ബി ആൻഡ് സി. ഈ 3 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓരോ പാർട്ട്ണറിന് എത്ര കിട്ടും? 21 ലക്ഷം ഡിവൈഡ് ബൈ 3, 7 ലക്ഷം വെച്ച് ഒരാൾക്ക് കിട്ടും അല്ലേ? ഇനി പാർട്ണർ ഇതിന്റെ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പാർട്ണർ എല്ലാം നിൽക്കുക, നമ്മളെല്ലാവരും 7 ലക്ഷം വെച്ചിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് ഒരു പാർട്ണർ ചിന്തിക്കണേ. എ ചിന്തിച്ചു നമുക്ക് ഇങ്ങനെ ചെയ്യണ്ട, വേറൊരു ചേഞ്ച് വരുത്തിയാലും ഇതിന്. ബിയും ചേഞ്ച് വെച്ചാൽ എന്താ സംഗതി? നമുക്കിപ്പോൾ പ്രോഫിറ്റ് 30 ലക്ഷം ഉണ്ട് അല്ലേ? കൂടിപ്പോയോ? 0.30 ഒരു 0 കൂടിപ്പോയി. 30 ലക്ഷം ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും സാലറി എഴുതിയെടുത്താലോ? സാലറി എത്ര വേണം? 8 ലക്ഷം വെച്ച് നമുക്ക് 3 പേർക്ക് എടുത്താലോ? 8 ലക്ഷം 3 പേർക്ക് എടുക്കാം. 24 ലക്ഷം. ബാലൻസ് എത്രയാണ് ഇനി? ബാലൻസ് ഇപ്പോൾ 6 ലക്ഷം ഉണ്ട്. ഇത് നമുക്കൊരു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതിയെടുത്താലോ? കാരണം ഇതൊക്കെ ഫേമിന് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാമല്ലോ അല്ലെ? ഇതൊക്കെ ഫേമിന് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാവുന്ന. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയുണ്ട്? നമ്മൾ ഓരോരുത്തരും 10 ലക്ഷം വെച്ചല്ലേ ഫേമിലിട്ടെ അല്ലേ? നമുക്കൊരു 15% ഇൻട്രസ്റ്റ് എടുത്താലോ? 15%. അപ്പം എടുത്തളയാന്ന് പറഞ്ഞു. അപ്പം എടുത്തളയാന്ന് പറഞ്ഞു. ഒരാളും 10 ലക്ഷം വെച്ചിട്ട്, അപ്പോൾ 10 ലക്ഷത്തിന്റെ 15% വെച്ച് 3 പേര് എത്ര എടുത്തു? 4,50,000 രൂപ എടുത്തു നമ്മൾ. 4,50,000 നമ്മൾ എടുത്തു. അപ്പം ഈ 4,50,000 രൂപ നമ്മൾ എടുത്തു. ആൻഡ് ഇപ്പൊ എൻറ്റയർലി 30 ലക്ഷത്തിൽ നിന്നും ഒരു 24 കുറച്ചു, ഒരു 4.5 കുറച്ചു. ബാലൻസ് എത്രയാ വരണേ? ബാലൻസ് വരണത് 6-ൽ നിന്നും ഇത് കുറച്ച് കഴിഞ്ഞാൽ എത്രയായി? 1.5 ലക്ഷമായി ബാലൻസ് അല്ലേ? യെസ്, ചെറിയൊരു എറർ. അപ്പൊ എല്ലാവരും പറയും ശരിയാ, ബാലൻസ് 1.5 ഇനി എന്താ അവസ്ഥ? ഇനിയിപ്പോൾ ഇതിന് ഫേമിന് ടാക്സ് അടയ്ക്കട്ടെ. ഫേമിനെ കൊണ്ട് നമുക്ക് ഇതിന്റെ ടാക്സ് അടപ്പിക്കാം. ഫേം ടാക്സ് അടയ്ക്കട്ടെ. ഫേം എത്ര ടാക്സ് അടയ്ക്കാം? 30% ടാക്സ് അടയ്ക്കാം. ഇതിന്റെ 30% എന്ന് പറയുമ്പോൾ 45,000 രൂപ. ബാലൻസ് എത്രയുണ്ട് നമുക്ക് എല്ലാവർക്കും കിട്ടാനായിട്ട്? ബാലൻസ് എന്ന് പറയുന്നത് 1.5-ൽ നിന്ന് 45 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും കിട്ടില്ലേ? സിമ്പിളാണ് പരിപാടി. നമ്മുടെ ഫേമിന്റെ കയ്യിൽ പിന്നെ വരുന്നല്ലോ ഒരു സെന്റ്. ഫേമിന്റെ കയ്യിൽ 30 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടായി. അത് നമ്മൾ സാലറി എഴുതിയെടുത്തു. ബാക്കി 6 ലക്ഷമായി. അല്ല സോറി, 6 ലക്ഷം. 6 ലക്ഷം നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒരാൾ 1.5 ലക്ഷം വെച്ച് എഴുതിയെടുത്തു. ബാലൻസ് 1.5 ലക്ഷമായി. 1.5 ലക്ഷത്തിന് ഫേം 30% ടാക്സ് പേ ചെയ്താൽ 45,000 ടാക്സ് പോകുന്നുള്ളൂ. ബാലൻസ് 1,05,000 ആയി. ഇനി ഈ 1,05,000 നമുക്ക് ഒരാൾക്ക് വിധിച്ചെടുക്കാം. അപ്പൊ എത്രയാ വരുന്നത്? 1,05,000 ഡിവൈഡഡ് ബൈ 3. ഒരാൾക്ക് 30,000 വെച്ച് കിട്ടും. നേരത്തെ നമുക്ക് ഓരോരുത്തർക്ക് 7 ലക്ഷം വെച്ചാൽ കിട്ടണേ. ഇപ്പൊ നമുക്ക് ഒരാൾക്ക് 30,000 വെച്ചാൽ കിട്ടണേ. പക്ഷെ അല്ല, ഇപ്പൊ നമുക്കൊരു 6 ലക്ഷം രൂപ സാലറി, അല്ല 8 ലക്ഷം വെച്ച് സാലറി കിട്ടുന്നുണ്ട്. ഒരു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 1.5 ലക്ഷം വെച്ച് കിട്ടുന്നുണ്ട്. ഈ ഒരു 30,000 കിട്ടുന്നുണ്ട്. മനസ്സിലായില്ലേ? ഒന്നുകൂടെ പറഞ്ഞുതരാം. കേസ് 1-ൽ പാർട്ട്നേഴ്സിന് കിട്ടണ എന്താ? എ ബി സി. പാർട്ട്നേഴ്സിന് ആകെ കിട്ടണ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ് 7 ലക്ഷം വെച്ച് അല്ലേ? 7 ലക്ഷം വെച്ചാണ് ഓരോരുത്തർക്കും കിട്ടണേ അല്ലേ? നോക്കിയേ, 7 ലക്ഷം വെച്ച് ഓരോരുത്തർക്കും കിട്ടണേ. ഇനി കേസ് 2-ലോ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്ര വെച്ച് കിട്ടുന്നുണ്ട്? 35,000 വെച്ച് ഓരോരുത്തർക്കും കിട്ടും അല്ലേ? 35,000 വെച്ച് ഓരോരുത്തർക്കും കിട്ടുന്നുണ്ട്. ഇത് രണ്ടിനും ആരും ടാക്സ് അടയ്ക്കണ്ട. ഇത് എക്സെപ്റ്റ് ആണ്. ഇത് 2 കേസിൽ ഫേമിന്റെ കിട്ടുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് എക്സെപ്റ്റ് ആണ്. പക്ഷേ കേസ് 2-ൽ ഇത് മാത്രമല്ലല്ലോ കിട്ടണേ. ഒരു സാലറി കിട്ടില്ലേ ഒരാൾക്ക് 8 ലക്ഷം വെച്ച് അല്ലേ? കൂടെ ഒരു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടില്ലേ 1.5 ലക്ഷം വെച്ച് അല്ലേ? അപ്പൊ ടോട്ടൽ എത്ര കിട്ടി? ഇവിടെ ടോട്ടൽ കിട്ടിയത് ദിസ് പ്ലസ് ദിസ് പ്ലസ് ദിസ് 9.85 ലക്ഷം കിട്ടിയില്ലേ? അപ്പൊ പാർട്ട്നേഴ്സ് എല്ലാവരും പരസ്പരം നോക്കുക, ഇതെന്ത് പരിപാടി? ആദ്യത്തെ കേസിലാണെങ്കിൽ നമുക്ക് 7 ലക്ഷം വെച്ച് കിട്ടും. ഇവിടെ ഇപ്പൊ 9.85 ലക്ഷം വെച്ച് കിട്ടും. അപ്പൊ പറഞ്ഞു എടാ സൂക്ഷിക്കണം. കാരണം എന്താ വെച്ചാൽ 9.85 ലക്ഷത്തിൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പൊ ടാക്സ് അടയ്ക്കേണ്ടത് ഈ 30,000 കുറച്ചിട്ടാ. 30,000 ടാക്സ് അടയ്ക്കേണ്ട, ബാക്കിയുള്ള അടച്ചാൽ അപ്പൊ 9 ലക്ഷത്തിൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇവിടെ ടാക്സബിൾ ഇൻകം ആയിട്ട് നമുക്കൊരു 9 ഉണ്ട്. ടാക്സ് ആയിട്ട് നമുക്കൊരു 9 ഉണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരും ടാക്സ് അടയ്ക്കണം. അപ്പൊ എ ബി സി ചോദിക്കാം നമ്മൾ എത്ര ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പൊ ടാക്സ് എത്ര അടയ്ക്കേണ്ടി വരും? 9 ലക്ഷത്തിൽ എത്ര ടാക്സ് അടയ്ക്കേണ്ടി വരും നമുക്ക് നോക്കാം. 0 to 3 lakh ഒന്നും വരില്ല അല്ലേ? പിന്നെ 3 lakh to 7 lakh 5% വരും അല്ലേ? അപ്പോൾ 4 ലക്ഷത്തിന് 5% 20,000 വരും. പിന്നെ 7 to 9.5 lakh 10% വരും.
അല്ലേ? അപ്പോൾ 2,50,000 10% എന്ന് പറഞ്ഞാൽ 25,000 വരും. മൊത്തം ടാക്സ് എത്ര വരും? 45,000 അല്ലേ? എന്നാലും ആകെ മൊത്തം ടാക്സ് വരുള്ളൂ. ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45,000 വരും. നമുക്ക് എത്ര കിട്ടി നമ്മുടെ കയ്യിൽ ടാക്സിന് ശേഷം? അപ്പൊ ആഫ്റ്റർ ടാക്സ് ഇൻകം അങ്ങനെയല്ല, ആഫ്റ്റർ ടാക്സ് ഇൻകം നമുക്ക് എത്രയുണ്ട്? നമുക്ക് മൊത്തം ഒരു 9.85 കിട്ടി. അതിൽ 9.5 നമ്മൾ 45 ടാക്സ് കൊടുത്തു. 9.85 കിട്ടി, അതിൽ 9.5 45 ടാക്സ് കൊടുത്തു. സോറി, 9.40 നമുക്ക് ഓരോരുത്തർക്കും കയ്യിൽ വെച്ച് കിട്ടിയില്ലേ? നമ്മുടെ എല്ലാവരും കയ്യിലും 9.40 ആയില്ലേ? ഇതിവിടെ ആയിരുന്നെങ്കിൽ നമ്മുടെ ഒരാളുടെ 7 ഉള്ളൂ. ഇവിടെ ആഫ്റ്റർ ടാക്സ് 9.40, അപ്പൊ 2.40 നമ്മുടെ കയ്യിൽ വന്നില്ലേ? ഇതിപ്പോ നമുക്ക് ഗുണമായില്ലേ? സത്യം പറഞ്ഞ ഇങ്ങനെ ചെയ്താ പോരെ? ഇത് എന്തുകൊണ്ടാ സംഭവിച്ചേ? ഇത് സംഭവിച്ചത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഹാപ്പൻ ബിക്കോസ് ഫേമിന് ഹൈ ടാക്സ് റേറ്റ് ആണ്, വെരി ഹൈ ടാക്സ് റേറ്റ് ആണ് ഫേമിന്. പക്ഷെ ഇൻഡിവിജ്വൽസ് ആയ പാർട്ട്നേഴ്സിന് സ്ലാബ് റേറ്റ് ആണ്. ഫേം 30% ടാക്സ് അടച്ചപ്പോൾ നമ്മൾ വെറും സ്ലാബ് റേറ്റിലാണ് ടാക്സ് അടച്ചത്. ഈ ഡിഫറൻസ് കാരണമാണ് നമുക്ക് ആ ഗെയിൻ ഉണ്ടായത്, അല്ലെ? 7 ഇവിടെ അവസാനം 7 കിട്ടി, ഇവിടെ 9.4 കിട്ടി. ആ ഡിഫറൻസ് തന്നെ കാരണം എന്താ? ഫേം ഭയങ്കര ഹൈ റേറ്റിൽ ടാക്സ് അടച്ചിട്ടാണ് നമുക്ക് പ്രോഫിറ്റ് വിധിച്ചു തന്നെ. പക്ഷെ രണ്ടാമത്തേൽ അതല്ല സംഭവിച്ചത്. രണ്ടാമത്തേൽ വളരെ കുറച്ച് അടയ്ക്കേണ്ടി വന്നുള്ളൂ. കാരണം എന്താ? ഫേമിന്റെ പ്രോഫിറ്റ് നമ്മൾ മാക്സിമം കുറച്ചില്ലേ? ഫേമിന്റെ പ്രോഫിറ്റ് 1.5 വരെ നമ്മൾ കുറച്ചു. ഇതാണ് ഫേമിന്റെ ടാക്സബിൾ പ്രോഫിറ്റ്. ടാക്സബിൾ അല്ലേ? കാരണം സാലറി മറ്റേ നമ്മൾ കുറച്ചു. ഇൻകം ടാക്സ് എന്താ പറയാൻ പറയുമോ? നടക്കില്ല സാർ, ഞങ്ങളിത് അനുവദിക്കില്ല. ചോദിച്ചു, എന്താ നിങ്ങൾ അനുവദിക്കാത്ത? എന്താണ് ഞങ്ങൾ അനുവദിക്കാത്തത്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തോന്നിയ പോലെ സാലറി എഴുതിയെടുക്കുന്നു, തോന്നിയ പോലെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതിയെടുക്കുന്നു. നിങ്ങളുടെ ബാലൻസ് ടാക്സബിൾ ഇൻകം വല്ലാണ്ട് കുറച്ചു. തോന്നിയ പോലെ കുറയ്ക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പൊ നിങ്ങൾ എന്താ സമ്മതിക്കാത്ത? പറയൂ. അപ്പൊ ഇൻകം ടാക്സ് പറയാണ്, സാറേ നിങ്ങളുടെ ഈ പറഞ്ഞ സാലറിക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൽ ഞങ്ങളൊരു ലിമിറ്റ് കൊണ്ടുവരും. ലിമിറ്റ്, ആ ലിമിറ്റിനപ്പുറം കുറയ്ക്കാൻ പാടില്ല. ഓക്കെ, എന്താ നിങ്ങളുടെ ലിമിറ്റ്? അപ്പൊ ആദ്യം ഞങ്ങൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലിമിറ്റ് പറയാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലിമിറ്റ് ഇങ്ങനെ പറയുന്നത്: ദി ആക്ച്വൽ എക്സ്പെൻസ് ഷാൽ ബി അലൗഡ് ആസ് എ ഡിഡക്ഷൻ സബ്ജക്ട് ടു ഫോളോയിങ് ലിമിറ്റ്സ്. ആക്ച്വൽ എക്സ്പെൻസ് ഞങ്ങൾ സമ്മതിക്കാം, പക്ഷെ ലിമിറ്റ് ഞങ്ങൾ നോക്കും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലിമിറ്റ് എന്ന് പറയുന്നത് ഇസ് ദി ലോവർ ഓഫ് ഡീഡിൽ പറയുന്ന റേറ്റ് അല്ലെങ്കിൽ 12%. ഡീഡിൽ പറയുന്ന റേറ്റ് അല്ലെങ്കിൽ 12% കുറവ്. ഡീഡ് എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡിൽ എന്താണോ റേറ്റ് പറയുന്നത് ആ റേറ്റ് അല്ലെങ്കിൽ 12%, വിച്ച് എവർ സ്ലോവർ. അപ്പൊ നിങ്ങളുടെ ഡീഡിലെ റേറ്റ് എന്തായിരുന്നു? നിങ്ങളുടെ ഡീഡിലെ റേറ്റ് നിങ്ങൾ നോക്കട്ടെ. ഡീഡിലെ റേറ്റ് പ്രകാരം നിങ്ങൾ 15% എഴുതിയെടുത്തേ. 15% എഴുതിയെടുത്തേ. ഞങ്ങൾ വെറും 15 അല്ലെങ്കിൽ 12, വിച്ച് എവർ സ്ലോവർ. 15% വെച്ച് 10 ലക്ഷത്തിന് നിങ്ങൾ ഓരോ ആരും 1.5 ലക്ഷം വെച്ച് എഴുതിയെടുത്തു, അല്ലേ? ഞങ്ങളുടെ പ്രകാരം 12% പറ്റുള്ളൂ, 1.2 ലക്ഷം പറ്റുള്ളൂ, അല്ലേ? അതായത് നിങ്ങളപ്പോ എത്ര എക്സ്ട്രാ എടുത്തത്? ഇതിൽ എക്സ്ട്രാ എടുത്തത് ഒരു 30,000 വെച്ച് എക്സ്ട്രാ എടുത്തില്ലേ? അങ്ങനെ 3 പേർക്ക് എടുത്തില്ലേ? അത് ഞങ്ങൾ സമ്മതിക്കില്ല. 3 പേർക്ക് എടുത്ത് സമ്മതിക്കില്ല. ഒന്നുകൂടെ കാണിച്ചുതരാം. ഞാൻ ടൈപ്പ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചുതരാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടേക്കൺ അത് എത്രയുണ്ട്? 1.5 lakhs, അല്ലേ? അതായത് 15% എടുത്തത് അറ്റ് 15%. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗഡ് അറ്റ് 12%. അപ്പോൾ ഇത് എത്ര വരും? 12% ഓഫ് 10 ലക്ഷം, അല്ലേ? ഇത്ര അലവ് ചെയ്യുള്ളൂ. നിങ്ങൾ തന്നെ മൊത്തം എത്ര പേർക്ക് എടുത്തു? 3 പേർക്ക് എടുത്തു. 3 പേർക്ക് എന്ന് പറയുമ്പോൾ 1.5 ലക്ഷം വെച്ച് 3 പേർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ 4.5 ലക്ഷം എടുത്തു. ഞങ്ങൾ ആ 3 പേർക്ക് അലവ് ചെയ്യണ ഞങ്ങളുടെ ഫിഗർ എത്രയായിരുന്നു? 3.60. 3.60 ആയിരുന്നു ഞങ്ങൾ അലവ് ചെയ്യണ ഫിഗർ, അല്ലേ? ഇപ്പൊ നോക്കിയേ എത്ര എടുത്താൽ നമ്മൾ 4.5 എടുത്തേ. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. അതെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 4.5 ലക്ഷം എടുത്തു, അല്ലേ? 4.5 ലക്ഷം എടുത്തു നമ്മൾ. 4 ലക്ഷം പറ്റില്ല. അതിന്റെ സ്ഥാനത്ത് എത്രയും പറ്റുന്ന പറയണേ? 3.6 പറ്റുള്ളൂ എന്നാ പറയണേ. അപ്പൊ നമ്മൾ എക്സ്ട്രാ എത്ര എടുത്തേ? എക്സ്ട്രാ എടുത്തു എന്ന് പറയുന്നത് ദിസ് മൈനസ് ദിസ്, അല്ലെങ്കിൽ അത് ഇങ്ങനെയും കാണാലോ. ദിസ് മൈനസ് ദിസ്. ഒരാളുടെ കയ്യിൽ 30,000 രൂപ, ഫേമിന്റെ മൊത്തം കയ്യിൽ 90,000 രൂപ നമ്മൾ എക്സ്ട്രാ എടുത്തില്ലേ? അത് ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് ഞങ്ങൾ ഡിസലവ് ചെയ്യും. അപ്പൊ എങ്ങനെ ഡിസലവ് ചെയ്യാൻ പോണേ? നിങ്ങളുടെ പ്രോഫിറ്റ് എടുക്കുക. നിങ്ങളിപ്പോൾ പ്രോഫിറ്റ് എന്നൊരു കാണിച്ചെത്രയാ? എല്ലാം കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ മിച്ചം പ്രോഫിറ്റ് എന്നൊരു കാണിച്ചെത്രയാ? ബാലൻസ് ടാക്സ് 1.5 ലക്ഷമാണ് കാണിച്ചത്, അല്ലേ? 1.5 ലക്ഷം കാണിച്ചത്. ഈ 1.5 ലക്ഷത്തിന് എടുക്കുക. അതിൻ്റെ കൂടെ ഡിസ്അലൗഡ് IOC ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇന്ന് തൽക്കാലം ഞാൻ പറയണം എത്ര ഇത് വരണേ? 90,000. ഈ 1.5 ലക്ഷത്തിലൂടെ ഈ ഡിസ്അലൗഡും കൂടെ ഞങ്ങൾ ആഡ് ബാക്ക് ചെയ്യും. ഇത് ആഡ്
അതുപോലെ തന്നെ സാറേ ഞങ്ങൾ സാലറിയിലും ഒരു ആഡ് തരും. സാലറിയിൽ എന്താ ആഡ് തരണേ? സാറിന്റെ ബുക്ക് പ്രോഫിറ്റ് എത്രയാ? അപ്പൊ എന്റെ ബുക്ക് പ്രോഫിറ്റ് നോക്കാൻ പോവാ. എന്റെ ബുക്ക് പ്രോഫിറ്റ് വരുന്നത് 14 ലക്ഷം. ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താ അറിയാമോ? ബുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് PGBP പ്രോഫിറ്റ്. PGBP പ്രകാരം പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. പക്ഷെ സാലറി മാത്രം കുറയ്ക്കരുത്. സാലറി ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം കുറച്ചോ. ഈവൻ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ കുറച്ചോ. അപ്പൊ PGBP പ്രോഫിറ്റ് ബിഫോർ സാലറി കുറയ്ക്കരുത്. ബട്ട് ആഫ്റ്റർ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ കുറച്ചു. ഇനി അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ലെസണിൽ പഠിക്കും. അതായത് കഴിഞ്ഞു പോയ കൊല്ലങ്ങളിൽ പ്രോഫിറ്റ് തികയാതെ വന്ന ഡിപ്രീസിയേഷൻ. ആണ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. സെക്ഷൻ 32(2). നമ്മുടെ സെക്ഷൻ 32(2)ൽ കിടക്കേണ്ടത് പോലും ചെക്ക് ചെയ്താൽ മതി. PGBയിലും കിടക്കേണ്ടത് തന്നെ. ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് കുറച്ചുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യം എന്റെ കേസ് നോക്കിപ്പെട്ടല്ലോ. എന്റെ ബുക്ക് പ്രോഫിറ്റ് കിടക്കുന്നത് 14 ലക്ഷം. 14 ലക്ഷം എന്റെ ബുക്ക് പ്രോഫിറ്റ്. ഓക്കെ, അപ്പൊ സാറേ ബുക്ക് പ്രോഫിറ്റ് എനിക്ക് 14 ലക്ഷം, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഇൻകം ടാക്സ് ഓഫീസറോട് ഇവർ ചോദിക്കുക. ബുക്ക് പ്രോഫിറ്റ് ഇപ്പൊ പ്രോഫിറ്റ് അല്ലേ, ലോസ് അല്ലല്ലോ. ലോസ് ആണെങ്കിൽ മാക്സിമം 3 ലക്ഷം നിങ്ങൾ സാലറി ആയിട്ട് കാണിക്കാൻ പാടുള്ളൂ. നിങ്ങൾ ഈ സ്ഥാനത്ത് എത്ര കാണിച്ചു? 24 കാണിച്ചു. പിന്നെ ലോസ് അല്ല, പ്രോഫിറ്റ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ എന്താ ചെയ്യണ്ടേ? ബുക്ക് പ്രോഫിറ്റിനെ 2 ആക്കി മുറിക്കുക. ആദ്യത്തെ 6 ലക്ഷം വരെ, പിന്നീട് അതിന്റെ മുകളിൽ എത്രയുണ്ട്? 6 ലക്ഷത്തിന് മുകളിൽ എത്രയുണ്ട്? 14 ലക്ഷത്തിന് ആദ്യം ഒരു 6 ലക്ഷം ഉണ്ട്, പിന്നെ 6 ലക്ഷത്തിന് മുകളിൽ എത്രയുണ്ട്? ഒരു 8 ലക്ഷം ഉണ്ട്. 6 ലക്ഷം വരെയുള്ളതിന് ഹയർ ഓഫ് ഒന്നില്ലെങ്കിൽ 3 ലക്ഷം അല്ലെങ്കിൽ 6 ലക്ഷത്തിന്റെ 90%. ഒന്നുകിൽ 3 ലക്ഷം അല്ലെങ്കിൽ 6 ലക്ഷത്തിന്റെ 90%. അപ്പോൾ നമുക്കത് എടുക്കാം. 3 ലക്ഷം അല്ലെങ്കിൽ 6 ലക്ഷത്തിന്റെ 90% എത്രയായി? 5.4 ലക്ഷം അല്ലേ? പിന്നെ ഹയർ എന്ന് പറഞ്ഞാൽ 5.4 ലക്ഷം അല്ലേ? ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ബുക്ക് പ്രോഫിറ്റ് ഫസ്റ്റ് 6 lakhs ആൻഡ് അബവ് നമുക്ക് എത്രയുണ്ട്? 8 lakhs നമുക്കുണ്ട്. അബവ് 6 lakhs എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തം എത്രയാണ്? 8 ലക്ഷം ഉണ്ട്. 6 8 14 8 അല്ലേ? ഇതിന് ഒന്നില്ലെങ്കിൽ 3 ലക്ഷം അല്ലെങ്കിൽ 6 ലക്ഷത്തിന്റെ 90% ഈക്വൽ ടു ഇല്ല. അതിന്റെ ഹയർ എത്രയാ? അപ്പോ ഹയർ എത്രയായി? 5.4 ഹയർ. യെസ്. ഇനി 6 ലക്ഷത്തിന് മുകളിലുള്ളതിന് അബോ 6 lakhs, ദാറ്റ് ഇസ് ഫോർ 8 ലക്ഷത്തിന് എത്ര വരും? 60% എന്നാ പറയുക. 60%. 8 ലക്ഷത്തിന്റെ 60%. അപ്പൊ 4.8 ലക്ഷം വരും. പിന്നെ ഇവിടെ ഇടുക. ടോട്ടൽ എത്ര അലൗഡ്? ടോട്ടൽ അലൗഡ് എന്ന് പറയുന്നത് ദിസ് പ്ലസ് ദിസ്, ഇതാണ് അലൗഡ്. 10,20,000 അലൗഡ് ആയിരുന്നു. നിങ്ങൾ എത്ര കൊടുത്തു? ടോട്ടൽ പെയ്ഡ് എത്രയായിരുന്നു? 24 ലക്ഷം. അല്ല, 8 ലക്ഷം വെച്ച് 3 പേർക്ക് കൊടുത്തു. എക്സ്ട്രാ എത്ര പേ ചെയ്തു? ദിസ് മൈനസ് ദിസ് 13,80,000 നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്തത്. ഞങ്ങളത് അനുവദിക്കില്ല. ഡിസലൗഡ് സാലറി എക്സ്ട്രാ 13,80,000. അപ്പൊ ടോട്ടൽ എത്രയായി? ഇപ്പോ സാലറിയുടെയും ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ ആഡ് ബാക്ക് ചെയ്തപ്പോൾ 16,20,000 നിങ്ങളുടെ പ്രോഫിറ്റ്. ഇതിന് ടാക്സ് അടയ്ക്ക്. എത്ര ശതമാനം? 30% വെച്ച്. ഇങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പൊ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാണ്. സാലറിയിൽ നമ്മൾ ചെയ്തത് വളരെ ഈസി ഉള്ള ഒരു കാര്യമാണ്. ചെയ്തത് എന്താണ് എന്ന് വർക്കൗട്ട് ചെയ്ത് കാണിച്ചുതരാം. ബുക്ക് പ്രോഫിറ്റ് എടുത്തു 14 ലക്ഷം. ഇതിനെ 2 ആക്കി മുറിച്ചു. 6 ലക്ഷവും 6 ലക്ഷത്തിന് മുകളിലേക്ക് എത്രയുണ്ട്? 8 ലക്ഷം. 6 ലക്ഷത്തിന് പറഞ്ഞത് ഒന്നില്ലെങ്കിൽ 3 ലക്ഷം അല്ലെങ്കിൽ 6 ലക്ഷത്തിന്റെ 90%. ഇതിന്റെ 90% എത്രയായി? 5.4 ലക്ഷം. വിച്ച് എവർ ഇസ് ഹയർ എത്രയാ? 5.4 ലക്ഷം. 8 ലക്ഷത്തിന് പറഞ്ഞത് ഇതിന്റെ 60%. 60% എന്ന് പറഞ്ഞാൽ എത്രയായി? 8 ലക്ഷം 60% 4.8 ലക്ഷം. അപ്പൊ 4.8 ലക്ഷം. ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്ത് എത്രയായി? 10.2 ലക്ഷം. ഇതാണ് അലൗഡ് ലിമിറ്റ്. നിങ്ങൾ ഇപ്രാവശ്യം എത്ര കൊടുത്തു? 24 ലക്ഷം കൊടുത്തു. അപ്പൊ എക്സ്ട്രാ എത്ര വന്നു? 13.8 ലക്ഷം എക്സ്ട്രാ വന്നില്ലേ? ഇത് അലൗ ചെയ്യില്ല. ഇതെടുക്കാൻ പറ്റില്ല. ഇതെടുക്കാൻ പാടില്ല. ഇതിനെ ആഡ് ബാക്ക് ചെയ്യണം. അപ്പോ സാറിന്റെ പ്രോഫിറ്റ് 1.5 എന്ന് പറഞ്ഞ് ഞാൻ അടുത്ത് കാണിച്ചു. ഞങ്ങൾ ഇത് 2 സാധനങ്ങൾ ആഡ് ചെയ്തു. സാറിന്റെ പ്രോഫിറ്റ് എത്രയായി? 16,20,000. ഇതിവിടെ പ്രോഫിറ്റ് 16,20,000. യെസ്. ടാക്സ് അപ്പോ ഇതിന്റെ 30%. 4,86,000 സാറ് ടാക്സ് അടയ്ക്കാനുള്ള അവസ്ഥയായി. ആ ടാക്സ് അടച്ചേക്ക് പോയിക്കോ. അല്ലാണ്ട് ഞങ്ങളുടെ അടുത്ത് 45,000 ടാക്സ് അടയ്ക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല. സാറ് തോന്നിയ പോലെ സാറിന് ഇഷ്ടമുള്ള രീതിയിൽ
സാലറിയും കുറച്ച്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കുറച്ച്, നിങ്ങളുടെ ഫേമിന്റെ പ്രോഫിറ്റ് മൊത്തം കുറച്ച് 30% ടാക്സ് നീ ചാടി രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല. മനസ്സിലായോ? ഇതാണ് കേസ്. സിമ്പിൾ അല്ലേ? അപ്പൊ ഒരു ഫേം അവരുടെ ഇഷ്ടത്തിന്, ഒരു ഫേം സാലറി ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് കൊടുക്കുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് പറ്റില്ല. എപ്പോഴും ലിമിറ്റ് നോക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്താ ലിമിറ്റ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലിമിറ്റ് വരുന്നത് ഇസ് ദി ഹയർ ഓഫ് രണ്ട് കാര്യങ്ങളുടെ ഹയർ അല്ല, ലോവർ കേട്ടോ, ലോവർ തെറ്റിപ്പോയി. ഇസ് ദി ലോവർ ഓഫ് ഡീഡിൽ പറയുന്ന റേറ്റ് അല്ലെങ്കിൽ 12%. സാലറിക്ക് എന്താ പറഞ്ഞേ? സാലറിക്ക് പറഞ്ഞത് ബുക്ക് പ്രോഫിറ്റ് ആദ്യം എടുക്കുക. ബുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ബുക്ക് ലോസ് എന്താണ് പറയുന്നത് നോക്കുക. ബുക്ക് പ്രോഫിറ്റിൽ ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താ? PGBP പ്രകാരമുള്ള ബുക്ക് പ്രോഫിറ്റ്. PGBP പ്രകാരമുള്ള പ്രോഫിറ്റ് ബിഫോർ സാലറി ബട്ട് ആഫ്റ്റർ അൺഡംസ് ഓഫ് ഡിപ്രിസിയേഷൻ. അത് ലോസ് ആണെങ്കിൽ മാക്സിമം 3 ലക്ഷം. ബുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ രണ്ടാക്കി മുറിക്കുക. പ്രോഫിറ്റിനെ 2 സ്ലാബ് ആക്കുക. പ്രോഫിറ്റ് എത്രയുണ്ട് മുറിക്കുക. ഇപ്പൊ പ്രോഫിറ്റ് 9 ലക്ഷം ആണെങ്കിൽ 6 ലക്ഷം വരെയും പിന്നെ 6 ലക്ഷത്തിന് മുകളിലും. പ്രോഫിറ്റ് വെറും 4 ലക്ഷം ആണെങ്കിൽ 6 ലക്ഷം വരെയുള്ളത് മാത്രമേ ഉള്ളൂ. അബവ് 6 lakhs. ഇവിടെ ഹയർ ഓഫ് 1 3 ലക്ഷം അല്ലെങ്കിൽ 2 90%. ഇവിടെ 60%. ഇത് രണ്ടും കൂടെ കൂടിയിട്ടാണ് ലിമിറ്റ് വരുന്നത്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്തേ? 6 ലക്ഷത്തിന് ആദ്യം 90% അല്ലെങ്കിൽ 3 ലക്ഷം വിച്ചവർ ഹയർ. അപ്പോൾ ഇതെടുത്തു. പിന്നെ ബാക്കിയുള്ള 8 ലക്ഷത്തിന് 60% 4.8 ലക്ഷം എടുത്തു. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തു. 10.2 ലക്ഷമാണ് നമുക്ക് അലൗഡ് എന്നുള്ളത് മനസ്സിലാക്കി. യെസ് ഓർ നോ? ഇത് തന്നെ സംഗതി. ദാറ്റ്സ് ഓൾ. അങ്ങനെ എടുക്കുക. മാക്സിമം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രോഫിറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ആഡ് ചെയ്യുക. കാരണം എക്സ്ട്രാ തെറ്റായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ കുറച്ചത്. 24 കുറച്ചതും തെറ്റായിപ്പോയി, 4.5 കുറച്ചതും തെറ്റായിപ്പോയി. അല്ലെ തെറ്റായി പോയത് എത്ര? അത് നമ്മൾ കണ്ടുപിടിച്ചു. അത് നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്തു. എത്രയാണ് തെറ്റായി പോയത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 90,000, സാലറി 13,80,000 തെറ്റായി പോയത്. അത് രണ്ടും ആഡ് ബാക്ക് ചെയ്തു. ടോട്ടൽ എത്രയുണ്ട്? 1620. ആ 1620 ടാക്സ് അടയ്ക്കേണ്ട ഇൻകം. ഇതാണ് സെക്ഷൻ 40B. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ ജസ്റ്റ് ചെയ്ത എക്സാമ്പിൾ 2 തവണ നിങ്ങളൊന്ന് ഗോ ത്രൂ ചെയ്താൽ മതി. ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. എനിക്ക് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ റൈറ്റ്, അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ഡിസലവൻസസിന്റെ സെക്ഷൻ ഏതാണ്ട് ഓൾമോസ്റ്റ് തീർത്ത് കഴിഞ്ഞു. നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മുടെ പ്രോബ്ലം വർക്ക്ഔട്ട്സ് ഉണ്ട്, അതൊക്കെ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ആൻഡ് ആസ് ഐ ഓൾവേസ് സേ, reach out for any help that you need from my end. I'm here to make your understanding of tax the best. So right then, I'll see you in another video. Till then, tata, take care and goodbye. This is Nishant Raghunath signing off.